ദേവിയ കോളേജിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് തുടർച്ചയായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് പോയിന്റ്സ് കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ. ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്താണെന്നും അത് ആരാണ് ക്രിയേറ്റ് ചെയ്യാന്നും എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ. മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണെന്ത്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അപ്പോൾ ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്പെഷ്യൽ ഫണ്ട് അലൗഡ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് മേക്കിംഗ് ഔട്ട്റൈറ്റ് പർച്ചേസ്. അപ്പോൾ നമ്മളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എ സ്പെഷ്യൽ ഫണ്ട് അലൗഡ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫണ്ടാണെന്ത്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ട്റൈറ്റ് പർച്ചേസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് എന്നുള്ളത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ഈസ് ഫോളോഡ് ബൈ ദ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് with the objectives of helping the farmers with a limited market surplus. അതാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. അത് കുറച്ചും കൂടി വ്യക്തത വരണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഡാഷ് ഈസ് ഫോളോഡ് ബൈ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഹെൽപ്പിംഗ് ദ ഫാർമേഴ്സ് വിത്ത് എ ലിമിറ്റഡ് മാർക്കറ്റ് സർപ്ലസ്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ഫാർമേഴ്സിനെ സഹായിക്കാനുള്ള ഒരു സ്കീം തന്നെയാണത് ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. അപ്പോൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എവിടെയാണ് കീപ്പ് ചെയ്യുക? മാർക്കറ്റിംഗ് സൊസൈറ്റീസിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഔട്ട്റൈറ്റ് പർച്ചേസ്. അപ്പോൾ ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് തന്നെയാണ്. ഡാഷ് ദ സൊസൈറ്റി മേക്സ് ഔട്ട്റൈറ്റ് പർച്ചേസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് members by offering ruling market price and allow to wait for the most favorable price to prevail in the market for disposal. ഇൻ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്താണ്? അപ്പോൾ ഇൻ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം അല്ലെങ്കിൽ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സൊസൈറ്റി ഡാഷ് ദ സൊസൈറ്റി മേക്ക് ഔട്ട്റൈറ്റ് പർച്ചേസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് മെമ്പേഴ്സ് ബൈ ഓഫറിംഗ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് അലൗ ടു വെയിറ്റ് ഫോർ മോസ്റ്റ് ഫേവറബിൾ പ്രൈസ് ടു പ്രിവെയിൽ ഇൻ ദ മാർക്കറ്റ് ഫോർ ഡിസ്പോസൽ. നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൽ എന്ത് ചെയ്യും? നമ്മുടെ മാർക്കറ്റിംഗ് സൊസൈറ്റി അവരുടെ മെമ്പേഴ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നു. എന്തിന്? നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൽ. അതിനുശേഷം മാർക്കറ്റിൽ വില ഉയരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. അതാണ് പറയുന്നത്. ആൻഡ് അലൗ ടു വെയിറ്റ് ഫോർ മോസ്റ്റ് ഫേവറബിൾ പ്രൈസ് പ്രിവെയിൽ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഫേവറബിൾ പ്രൈസ് വരുന്നത് വരെ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്പോസൽ നടത്തുന്നത്. അപ്പോൾ കർഷകർക്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ വില കിട്ടുന്നു. ബൈ ചാൻസ് വില കുറഞ്ഞു പോവുകയാണെങ്കിൽ ആ കുറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കീപ്പ് ചെയ്യുന്നത്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ആരാണ് കീപ്പ് ചെയ്യാന്ന് ചോദിക്കും. ആരാണ്? മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിനാണ്. അപ്പോൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം പറഞ്ഞാൽ എന്താണ് പഠിച്ചു? എന്താണ്? റൂളിംഗ് മാർക്കറ്റ് പ്രൈസിൽ എന്ത് ചെയ്യുന്നു? ഫാർമേഴ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു. എന്നിട്ട് വെയിറ്റ് ചെയ്യണതിന് വേണ്ടിയിട്ട് നല്ല ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ വില കുറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം, ബൈ ചാൻസ് വില കുറയുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നിർത്തുന്നതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണെന്ത്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണെന്ത്? ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡാഷ് ദ സൊസൈറ്റി മേക്ക് ഔട്ട്റൈറ്റ് പർച്ചേസസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് മെമ്പേഴ്സ് ബൈ ഓഫറിംഗ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് അലൗ ടു വെയിറ്റ് ഫോർ മോസ്റ്റ് ഫേവറബിൾ പ്രൈസ് ടു പ്രിവെയിൽ ഇൻ ദ മാർക്കറ്റ് ഫോർ ഡിസ്പോസൽ. അതിനെന്ന് പറയാം ഇൻ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി in order to compensate the loss due to the variations of the prices of the commodity in the market, marketing societies create price fluctuation fund. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ മൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ കീപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫണ്ടാണെന്ത്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിനെ കുറിച്ച് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വന്നാലും എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നോക്കൂ, ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദ ലോസ് ഡ്യൂ ടു, അതായത് ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദ ലോസ് ഡ്യൂ ടു ദ വേരിയേഷൻസ് ഓഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻ ദ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞു വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫേവറബിൾ പ്രൈസ് വരുന്നതിന് വേണ്ടിയിട്ട്. മേ ബി ഫേവറബിൾ പ്രൈസ് വരാതെ വില കുറഞ്ഞു പോവുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ക്രിയേറ്റ് എന്ത്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്
പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ആരാണ് കീപ്പ് ചെയ്യുക? ആരാണ്? മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ വേറൊരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റൻ ആണ് എന്ത്? ആക്റ്റീവ് പ്രൈസ് പോളിസി. ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടും ആക്റ്റീവ് പ്രൈസ് പോളിസിയും സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ ആക്റ്റീവ് പ്രൈസ് പോളിസി ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആരാണ്? പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. പക്ഷേ ഈ ആക്റ്റീവ് പ്രൈസ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? കൺസ്യൂമർ സൊസൈറ്റീസ് ആണ്. അപ്പൊ എന്താണ് ഈ ആക്റ്റീവ് പ്രൈസ് പോളിസി എന്നുള്ളത് നോക്കണം. ഇപ്പോൾ കൺസ്യൂമർ സ്റ്റോഴ്സ് ആർ ഫോളോഡ് ബൈ, അതായത് കൺസ്യൂമർ സൊസൈറ്റി. കേരളത്തിൽ കൺസ്യൂമർ സൊസൈറ്റി എത്ര ടയറിലാണ് പ്രവർത്തിക്കുന്നത്? 3 ടയറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പെക്സിൽ എന്തുണ്ട്? കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളത്താണ്. ഈ കൺസ്യൂമർ ഫെഡിന്റെ ആസ്ഥാനത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ട്രെയിനിങ് സെന്റർ ആണെന്ത്? STC, സ്റ്റാഫ് ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്നത്. STC സ്ഥിതി ചെയ്യുന്നതും ഈ എറണാകുളത്താണ്. നമ്മുടെ KS കാർഡ് ബാങ്കിന്റെ കീഴിലാണെന്ത്? STC, സ്റ്റാഫ് ട്രെയിനിങ് സെന്റർ ഉള്ളത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് റൺ ചെയ്യുന്ന ഒരു ട്രെയിനിങ് സ്ഥാപനമാണെന്ത്? STC. അപ്പോൾ അത് ഏകദേശം അടുത്തടുത്താണ്. ഈ കൺസ്യൂമർ ഫെഡിന്റെ ഓഫീസും ഈ STC തന്നെയാണ്, ഏകദേശം നിയർ ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. ഇപ്പോൾ കേരളത്തിൽ കൺസ്യൂമർ സൊസൈറ്റി എത്ര ടയറിലാണ്? 3 ടയറിലാണ്. കൺസ്യൂമർ ഫെഡ് ആണ് അപ്പെക്സ്. മിഡിൽ ടയറിലായിട്ട് എന്തുണ്ട്? ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ഉണ്ട്. പ്രവർത്തന നാമം മാത്രമാണ് എങ്കിൽ കൂടി അതിന്റെ മിഡിൽ ടയറിൽ എന്തുണ്ട്? ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളുണ്ട്. പ്രൈമറി ലെവലിലോ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസ് ഉണ്ട്. നമ്മൾ റൂൾ 15 പഠിച്ചിട്ടുണ്ടായിരുന്നു. റൂൾ 15 കൺസ്യൂമർ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൈസ് പോളിസിയാണ് എന്ത്? ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ആക്റ്റീവ് പ്രൈസ് പോളിസി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഏത് രാജ്യത്താണ് ഈ ആക്റ്റീവ് പ്രൈസ് പോളിസി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വീഡനിലാണ്. ഇനി എന്താണ് ഈ ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഡാഷ് മെത്തേഡ് ദ സെയിൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ആർ ഫിക്സഡ് എ ബിറ്റ് ലോവർ ദാൻ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാളും കുറച്ച് താഴ്ത്തിയിട്ട് എന്ത് ചെയ്യുക? വില ഫിക്സ് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ വിൽക്കുക. അതിനെ പറയുന്ന ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണെന്ത്? ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡാഷ് മെത്തേഡ് ദ സെയിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റീസ് ആർ ഫിക്സഡ് എ ബിറ്റ് ലോവർ ദാൻ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറച്ച് വില താഴ്ത്തിയിട്ട് എന്ത് ചെയ്യുക? സാധനങ്ങളുടെ വില ഫിക്സ് ചെയ്യുക, എന്നിട്ട് വിൽപ്പന നടത്തുക. അതിന് പറയുന്ന പേരാണെന്ത്? ആക്റ്റീവ് പ്രൈസ് പോളിസി. അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസും ആക്റ്റീവ് പ്രൈസ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? കൺസ്യൂമർ സൊസൈറ്റീസും ആണ്. ഇനി ആക്റ്റീവ് പ്രൈസ് പോളിസി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് രാജ്യത്താണ് ചോദിച്ചാൽ ഏത് രാജ്യത്താണ്? സ്വീഡനിലാണ്. അടുത്ത നോക്കൂ. The price fixed on the basis of the cost price, actual expense and a small margin on them to arrive at the selling price is called active price policy. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാണ്. അതായത് ഏകദേശം 2008 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പല കാലങ്ങളിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരേപോലെ വന്ന ക്വസ്റ്റ്യൻസിനെ ഒരുമിച്ച് ചേർത്ത് അടിച്ചു എന്നേ ഉള്ളൂ. എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ദ പ്രൈസ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോസ്റ്റ് പ്രൈസ്, ആക്ച്വൽ എക്സ്പെൻസസ് ആൻഡ് എ സ്മോൾ മാർജിൻ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഏതൊരു സാധനത്തിന് വില ഫിക്സ് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, അതിനുണ്ടായിട്ടുള്ള ചെലവുകൾ ആൻഡ് സ്മോൾ മാർജിൻ ടു ദം ടു അറൈവ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് കാൾഡ് ആക്റ്റീവ് പ്രൈസ് പോളിസി. ഒരു 2018 വന്ന ഒരു ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണത് ആക്റ്റീവ് പ്രൈസ് പോളിസി ഓഫ് കൺസ്യൂമർ സൊസൈറ്റി ഇൻക്ലൂഡ്. അതിന്റെ ചോയ്സ് ഇങ്ങനെയായിരുന്നു: കോസ്റ്റ് പ്ലസ് ആക്ച്വൽ എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ്. തൊട്ട് മുന്നേ വേറൊരു പരീക്ഷയ്ക്ക് വന്നത് വേറൊരു രീതിയിലായിരുന്നു ചോദിച്ചെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോയ്സ് വന്നത്: കോസ്റ്റ് പ്ലസ് ആക്ച്വൽ എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ്. തൊട്ട് മുന്നത്തെ പരീക്ഷ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, പിന്നെ ആക്ച്വൽ എക്സ്പെൻസ്, സ്മോൾ മാർജിൻ എന്ന് വന്നു. ഇവിടെ എന്ത് വന്നു? പ്രോഫിറ്റ് എന്ന് വന്നു. അപ്പോൾ എങ്ങനെയായാലും ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴ്ത്തി വില ഫിക്സ് ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, സാധനം ഉണ്ടാക്കാൻ വന്ന ചിലവ് ആക്ച്വൽ എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ് ചേർത്തിട്ട്, എങ്കിൽ കൂടി എന്തായിരിക്കും? നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലിറ്റിൽ ബിറ്റ് ലോവർ ആയിരിക്കും ഈ ആക്റ്റീവ് പ്രൈസ് പോളിസി പ്രകാരം കൺസ്യൂമർ സൊസൈറ്റീസ് സാധനങ്ങളുടെ വില ഫിക്സ് ചെയ്യുക. അപ്പോൾ ആക്റ്റീവ് പ്രൈസ് പോളിസി ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചോദിച്ചാൽ ആരാണ്? കൺസ്യൂമർ സൊസൈറ്റീസ് ആണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ആരാണെന്ന് പറഞ്ഞു? മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, അടുത്ത നോക്കൂ. ഇതിൻ്റെ ചോയ്സിൽ വന്ന ഒരു ലേബർ സൊസൈറ്റി എന്നായിരുന്നു ഒരു പരീക്ഷയുടെ ചോയ്സ്. അപ്പോൾ ഞാൻ ആ ചോയ്സിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുകയാണ്. ദ കൺട്രി വിച്ച് കോൺട്രിബ്യൂട്ട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു കോപ്പറേറ്റീവ് വേൾഡ്. ഇറ്റലിയാണ്. ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള എവിടെയാണ്? ഇറ്റലിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണത് ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. വലിയൊരു സൊസൈറ്റിയാണ്, വളരെ ആസ്തി കൂടിയ ഒരു സൊസൈറ്റിയാണത് ഊരാളിങ്കൽ. കോഴിക്കോടാണ് ആസ്ഥാനം. കോഴിക്കോട് കാലിക്കറ്റ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി
Dash societies are organized mainly for providing employment opportunity to the unskilled workers in rural area. Labor contract cooperative society. അപ്പോൾ labor contract cooperative society ഒബ്ജക്റ്റ് എന്താണ്? അൺസ്കിൽഡ് വർക്കേഴ്സിന് പ്രത്യേകിച്ചും റൂറൽ ഏരിയയിലുള്ളവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാന ഒബ്ജക്റ്റ് എന്താണ്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ആർക്ക്? അൺസ്കിൽഡ് വർക്കേഴ്സ് ഇൻ റൂറൽ ഏരിയ. അതാണ് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ഇത് ഫസ്റ്റ് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള വെച്ചാൽ ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, കാലിക്കറ്റിലാണ്. ഇനി ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ വർക്കിംഗ് ഇൻ ഡാഷ് ടയർ 2 ടയർ സ്ട്രക്ചറിലാണ്. റൂൾ 15(9) ഇതിനെ കുറിച്ച് പറയുന്നത്. ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്നത് റൂൾ 15 എന്നതിനെ കുറിച്ചാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. അതായത് രജിസ്ട്രേഷൻ സമയത്ത് സൊസൈറ്റി ഏത് ക്ലാസ്സിൽ പെടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. റൂൾ 15 പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. റൂൾ 15(9) ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റൂൾ 15(9) പറയുന്നതിലാണ് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നിലവിൽ എത്ര ടയറിലാണ്? 2 ടയറിലാണ്. പ്രൈമറി ലെവലിൽ പ്രൈമറി ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അപ്പെക്സ് ലെവലിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ലേബർ കോൺട്രാക്ട് ഫെഡറേഷനുമാണ്. ഇനി ICAയിൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുള്ളവർക്ക് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണത് ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ അടുത്തിടെ ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുള്ള ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണത് ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. ഇനി റൂൾ 15(9) ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് കുറിച്ച് പറയുന്നത്. അതിന്റെ അപ്പെക്സ് ലെവൽ എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ലേബർ കോൺട്രാക്ട് ഫെഡറേഷൻ ആണ്. അപ്പോൾ 2 ടയറിലാണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കോപ്പറേറ്റീവ് മേഖലയിലുള്ള ഒരു സ്ഥാപനമാണത് ലാഡർ എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് വലിയൊരു ഫ്ലാറ്റ് കെട്ടിയിട്ടുണ്ട് ഈ ലാഡർ. അപ്പോൾ ലാഡർ പറഞ്ഞത് എന്താണ്? കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്നാണ്. ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫുൾ ഫോം ഓഫ് ലാഡർ എന്താണ്? കേരള ലാൻഡ് റിഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ഒരു വലിയൊരു ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ ലാഡർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാഡർ ഈസ് കാറ്റഗറൈസ്ഡ് ആസ് എ മിസ്ലേനിയസ് സൊസൈറ്റി ആണ്. ഏതാണ്? റൂൾ 15(12) മിസ്ലേനിയസ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ റൂൾ 12 ആണ് മിസ്ലേനിയസ് സൊസൈറ്റി. ആ മിസ്ലേനിയസ് സൊസൈറ്റിയിൽ പെടുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സൊസൈറ്റിയാണ് എന്ത്? ഈ ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ റൂൾ 15(12) മിസ്ലേനിയസ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ റൂൾ 15 ബന്ധപ്പെട്ട് വരുന്നത്. റൂൾ 15 പ്രകാരം സൊസൈറ്റീസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? എത്ര ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 13 ടൈപ്പാണ്. ഈ 13ാമത്തെ ടൈപ്പ് അതാണ് മൾട്ടിപർപ്പസ് സൊസൈറ്റീസ് ആണ്. ആ റൂൾ 15(13) അതായത് റൂൾ 15 13 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 13 തരത്തിലുള്ള സൊസൈറ്റിയാണ്. ഈ 12 മിസ്ലേനിയസ് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ്. 13 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റൂൾ 15 പ്രകാരം സൊസൈറ്റിയെ എത്ര ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ചോദിച്ചാൽ എത്ര ടൈപ്പാണ്? 13 ടൈപ്പാണ്. അതിൽ റൂൾ 15(9) നമ്മൾ പറഞ്ഞത് എന്ത്? ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറഞ്ഞത്. റൂൾ 15(12) മിസ്ലേനിയസ് ടൈപ്പാണ്. ഈ ലാഡർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് മിസ്ലേനിയസ് ടൈപ്പ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. മിസ്ലേനിയസ് ടൈപ്പ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇനി സെസ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഡാഷ് സൊസൈറ്റി ഹാൻഡ്ലൂം സൊസൈറ്റിയാണ്. നമ്മൾ ഹാൻഡ്ലൂം സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എത്ര ശതമാനമാണെന്ന് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഹാൻഡ്ലൂം സൊസൈറ്റി ആയാലാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? സെസ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നോക്കാം. അടുത്ത് നോക്കൂ, നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് ആ പ്രൊഡക്റ്റ് ഏത് സ്ഥാപനത്തിൻ്റെ ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും മോസ്റ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം തരും. ബ്രാൻഡ് നെയിം തന്നിട്ട് അത് ആരുടെ പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ കേരജം ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്, ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നത് തന്നെയാണ്. 2018 വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. കേരജം ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ആരുടെയാണ്? മാർക്കറ്റ് ഫണ്ടിൻ്റെയാണ്. മാർക്കറ്റ് ഫണ്ടിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ത്? കേരജം. അപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് എന്ത് ചെയ്യണം? നോക്കണം. ഓരോ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളെ കുറിച്ച് നോക്കണം. മോസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ പേര് അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ദിനേഷ് BD കോപ്പറേറ്റീവ് സൊസൈറ്റി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളുടെയൊക്കെ മുന്നിൽ നിന്നുണ്ട്. അപ്പോൾ ദിനേഷ് ചില്ലി പൗഡർ, അതൊന്നും നമ്മളെ കുറിച്ച് ചോദിക്കില്ല. കാരണം അതിൻ്റെ കൂടെ തന്നെ പേരിൻ്റെ കൂടെ എന്തുണ്ട്? ദിനേഷ് ഉണ്ട്. ചില എക്സെപ്ഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് അതുമായി ബന്ധപ്പെടാതെ പേരുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുള്ള പേരുകളാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുക? സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത് മാത്രമല്ല അവരുടെ പ്രൊഡക്റ്റ്, അല്ലാതെയും ധാരാളം പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പേരിൻ്റെ കൂടെ ആ പ്രൊഡക്റ്റിനും കൂടി ചോദിക്കും. റെപ്കോ മാട്രസിൻ്റെ കൂടെ തന്നെ റെപ്കോ എന്നുണ്ട്. അപ്പോൾ അത് വെറും മാട്രസ് ആരുടെയാണെന്ന് ചോദിക്കില്ല. റെപ്കോ മാട്രസ് ആരുടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം റെപ്കോയുടെയാണ്. അങ്ങനെയുള്ളത് ചോദിക്കില്ല. എക്സെപ്ഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക.
അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. റെയിൻബോ ചപ്പല്. അപ്പോൾ കേരജം ആരുടെയാണ്? മാർക്കറ്റ് ഫെഡിൻ്റെയാണ്. കേരജം മാർക്കറ്റ് ഫെഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റാണ് കേരജം. ഇനി റെയിൻബോ ചപ്പല് റെപ്കോയുടെയാണ്. ഈ റെപ്കോ വന്ന വർഷോപ്പിലാണ് 9/6/1997. ഈ 1997 വളരെ പ്രത്യേകതയാണ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ 1997 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. 1997 തന്നെയാണ് എന്ത് വന്നത്? റെപ്കോ. 9/6/1997 റെപ്കോ വന്നത്. അല്ലാണ്ട് റെയിൻബോ ചപ്പൽ വന്നതല്ല ഉദ്ദേശിച്ചത്. ഈ റെപ്കോ വന്ന വർഷമാണ് എന്ത്? 9/6/1997. എവിടെയാണ് റെപ്കോന്റെ ആസ്ഥാനം? കണ്ണൂരാണെന്ന് നമുക്കറിയാം. ഇനി 97 വന്നാണ് എന്ത്? വളരെ പ്രധാനപ്പെട്ട സാധനമാണ് എന്ത്? നീതി സ്റ്റോറുകൾ. നീതി സ്റ്റോറുകൾ വന്നപ്പോഴാണ് 1997. പക്ഷെ നീതി മെഡിക്കൽസ് 1998. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നീതി സ്റ്റോർ വന്നിട്ടുള്ളത് 1997. നീതി വന്നിട്ടുള്ളത് അപ്പോഴാണ് 1997 നീതി സ്റ്റോർ. ഇനി നീതി മെഡിക്കൽസ് ഉണ്ട്. നീതി മെഡിക്കൽസ് അപ്പോഴാണ് 1998 നീതി മെഡിക്കൽസ് വന്നിട്ടുള്ളത്. ഇനി 1997 വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റമാണെന്ത്? 1997 വരെ കോപ്പറേറ്റീവ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30th ജൂണിനാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. 1997 ശേഷമാണ് എന്തായത്? 1st April to 31st March എന്തായി മാറിയത്? കോപ്പറേറ്റീവ് ഇയർ ആയി മാറിയത്. അപ്പോൾ 1997 വരെ 30th ജൂൺ ആയിരുന്നു എന്ത്? കോപ്പറേറ്റീവ് ഇയർ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 30 ജൂൺ. ജൂലൈ 1 മുതൽ 30th ജൂൺ വരെ ആയിരുന്നു എന്ത്? കോപ്പറേറ്റീവ് ഇയർ. 1997 അതിനൊരു മാറ്റം വന്നത്. അപ്പോൾ 97 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ്. റെയിൻബോ ചപ്പൽ ആരാണ്? റെക്കോർഡാണ്. ലഷ് ഓയിൽ, റബൂഡ്, ഇനി ന്യൂട്രിക്കോ വിർജിൻ കോക്കനട്ട് ഓയിൽ അതാരെയാണ്? റെപ്കോയുടെയാണ്. നാച്ചുറൽ കോക്കനട്ട് ഓയിൽ. ഇത്രയും സാധനങ്ങൾ റെപ്കോയുടെയാണ്. അപ്പോൾ അതൊക്കെയാണ് റെയിൻബോ ചപ്പല്, പിന്നെ ലഷ് ഓയിൽ, റബൂഡ്, ന്യൂട്രിക്കോ വിർജിൻ കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ കോക്കനട്ട് ഓയിൽ. ഇത്രയും പ്രൊഡക്റ്റുകൾ ആരുടെയാണ്? റെപ്കോയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി റൂബെക്ക്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇത് ബലൂണാണ്. ആരുണ്ടാക്കുന്നതാണ്? റബ്ബർ മാർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ബലൂണാണിത് റൂബെക്ക്. അപ്പോൾ റബ്ബർ മാർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണെന്ത്? അവരുടെ ബലൂൺ. അവരുടെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ധാരാളം പരസ്യം കാണാം. ഈ റുബെക് ബലൂണിന്റെ പരസ്യം കാണാം. റബ്ബർ മാർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണെന്ത്? ഭാരത് ജൈവ ഗോൾഡ്. ഫെർട്ടിലൈസർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് റബ്ബർ മാർക്കിന്റെ തന്നെയാണ്. അപ്പോൾ റബ്ബർ മാർക്കിന്റെ ഒരു ഫെർട്ടിലൈസർ ആണെന്ത്? ഭാരത് ജൈവ ഗോൾഡ്. പിന്നെ ഒരു ഫെർട്ടിലൈസറും കൂടി ഉണ്ട്. അതാണ് പെരിയ മിക്സർ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് റബ്ബർ മാർക്ക്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ 2017 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. പെരിയ മിക്സർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് റബ്ബർ മാർക്ക്. അപ്പോൾ റബ്ബർ മാർക്കിന്റെ പ്രധാനപ്പെട്ട 3 പ്രൊഡക്റ്റുകളാണ്. ഒന്ന് റൂബെക് ബലൂണ്, രണ്ടാമത്തെ ഭാരത് ജൈവ ഗോൾഡ് ഫെർട്ടിലൈസർ ആണ്. ഈ പെരിയ മിക്സറും തന്നെയാണ് ഫെർട്ടിലൈസർ ആണ്. ഇത് 3 റബ്ബർ മാർക്കിന്റെ പ്രൊഡക്റ്റുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചു പഠിക്കണം. കാരണം പരീക്ഷയ്ക്ക് 100% ആയിട്ട് അരമാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണെന്ത്? ഈ പ്രൊഡക്റ്റുകളുടെ പേര് പഠിച്ചിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരഫെഡിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ്. കേരകേശ, കേര ഗോൾഡ്, ഡയറക്റ്റ് ടു കിച്ചൺ, കേശാമൃത എക്സെട്ര ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ആരെയാണ്? കേരഫെഡിൻ്റെയാണ്. ആരുടെയാണ്? കേരഫെഡിൻ്റെയാണ്. കേരഫെഡ് വന്ന വർഷമാണ് 4/2/1987 എന്നുള്ളത്. കേരഫെഡിന്റെ വർഷമാണ് 4/2/1987. റെപ്കോ വന്നത് നമ്മളെപ്പോഴാണ് പറഞ്ഞത്? 1997 റെപ്കോ വന്നത്. നീതി സ്റ്റോർ വന്നത് 97 നീതി മെഡിക്കൽസ് വന്നത് 1998 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരഫെഡിന്റെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ കേര എന്നുള്ള ബ്രാൻഡ് നെയിമിൽ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന ആരാണ്? കേരഫെഡാണ്. പ്രധാനമായിട്ടും കോക്കനട്ട് ഓയിലുകൾ. ഇനി കേരകേശ്, കേര ഗോൾഡ്, ഡയറക്റ്റ് ടു കിച്ചൺ, കേശാമൃത് എക്സെട്ര ആർ ദ പ്രൊഡക്റ്റ് ഓഫ് കേരഫെഡാണ്. 4/2/1987 എന്ത് വന്നിട്ടുള്ളത്? കേരഫെഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നോക്കൂ. Kera coconut oil, a product of the Kerafed, will be sold through the Bharat Gas Agency's dealers and distributors of the Bharat Petroleum Corporation under the Kera Direct to Kitchen scheme. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡയറക്റ്റ് ടു കിച്ചൺ സ്കീം ആരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കേരഫെഡിൻ്റെയാണ്. അതെന്താണ് ഈ സ്കീം എന്ന് പറഞ്ഞാൽ? കേര കോക്കനട്ട് ഓയില് ഭാരത് ഗ്യാസ് പെട്രോളിയം ഏജൻസി മുഖാന്തരവും ഈ പെട്രോളിയം പ്രോഡക്റ്റ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ഏജൻസി മുഖാന്തരവും വിൽപ്പന നടത്തുന്ന ഒരു സ്കീമായിരുന്നു എന്ത്? ഈ ഡയറക്റ്റ് ടു കിച്ചൺ എന്നുള്ളത്. നോക്കൂ, കേര കോക്കനട്ട് ഓയിൽ, എ പ്രൊഡക്റ്റ് ഓഫ് ദ കേരഫെഡ്, വിൽ ബി സോൾഡ് ത്രൂ ദ ഭാരത് ഗ്യാസ് ഏജൻസീസ്, dealers and distributors of the Bharat Petroleum Corporation under the Kera Direct to Kitchen scheme.
കേര ഡയറക്റ്റ് കിച്ചൺ സ്കീം പ്രകാരം എന്താണ് നടത്തുന്നത്? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ മുഖാന്തരവും ഭാരത് ഗ്യാസ് ഏജൻസി മുഖാന്തരവും കേര കോക്കനട്ട് ഓയിൽ വിൽപ്പന നടത്തുന്ന ഒരു സ്കീമായിരുന്നു എന്ത്? ഡയറക്റ്റ് ടു കിച്ചൺ. നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും എന്താണ് ചോദിക്കുക? ഡയറക്റ്റ് ടു കിച്ചൺ ആരുടെ സ്കീമാണ്? ആരുടെ സ്കീമാണ്? കേരഫെഡിന്റെ സ്കീമാണ്. ഈ കേരഫെഡ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിന്റെ വർഷമാണ് 1987. ഇനി നമ്മൾ നോക്കുന്നത് മത്സ്യഫെഡുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റാണ്. ചിറ്റൈൻ, ചിറ്റോസാൻ, ന്യൂട്രിഫിഷ്, വനിതാ ബസ് സർവീസ്, വ്യാസ സ്റ്റോർ, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യഫെഡുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് പോകണം, കാരണം പരീക്ഷയ്ക്ക് ഏത് ഭാഗത്തുനിന്നാണ് ക്വസ്റ്റ്യൻ തരിക എന്നറിയില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം? വ്യക്തമായ ധാരണകളായിരിക്കും. പ്രത്യേകിച്ച് വ്യാസ സ്റ്റോറും വനിതാ ബസ് സർവീസും ഇതാരുടെയാണ്? മത്സ്യഫെഡിനാണ്. ഇനി കൽപ്പതാരു കോക്കനട്ട് ഓയിൽ ആരാണ്? ഹോപ്കോയുടെയാണ്. കൽപ്പതാരു ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹോപ്കോ. ഇനി കേര മിൽക്ക്, റിയൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എക്സെട്രാ ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ദിനേഷ് ബി ഡി കോപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് പറയുന്നത്. ഈ ദിനേഷ് ബി ഡി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും പെട്ടെന്ന് ദിനേഷ് ബിയുടെ ആണെന്ന് അറിയാൻ കഴിയാത്ത 2 പ്രൊഡക്റ്റാണ് ഇതൊക്കെ. കേര മിൽക്കും റിയൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് രണ്ടും ആരുടെയാണ്? ദിനേഷ് ബി ഡി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയാണ്. ദിനേഷ് ബി ഡി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട 2 പ്രൊഡക്റ്റാണ് അതൊക്കെ. കേര മിൽക്കും റിയൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. കേര മിൽക്ക് ആൻഡ് റിയൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. കൽപ്പതാരു ആരെയാണ് പറഞ്ഞു? ഹോപ്കോയുടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കയർ ബോർഡ്. കയർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ്. കയർ ബോർഡ് കൊച്ചിയിലാണ്, പക്ഷെ കയർഫെഡ് എവിടെയാണ്? ആലപ്പുഴയിലാണ്. കയർഫെഡ് ആലപ്പുഴയിലാണ്. അത് പ്രധാനമായിട്ടും നോക്കണം. കയർ ബോർഡ് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ളതാണ്. അതേപോലെ തന്നെ റബ്ബർ ബോർഡുകളാണ് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. കയർഫെഡ് എന്ന് പറയുമ്പോൾ അപ്പെക്സ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇത് കയർഫെഡ്. കയർഫെഡ് ആലപ്പുഴയിലും കയർ ബോർഡ് എവിടെയാണ്? കൊച്ചിയിലുമാണ്. മാറിപ്പോകരുത്. അടുത്ത് നോക്കൂ. കയർഫെഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിക്ക് ഉദാഹരണമാണെന്ത്? കയർഫെഡ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് കയർഫെഡ്. കയർ സൊസൈറ്റീസ് ഇൻ കേരള വർക്കിംഗ് ഇൻ എത്ര ടയറിലാണ്? 3 ടയർ സ്ട്രക്ചറാണ്. അപ്പെക്സിൽ കയർഫെഡ്, സെൻട്രൽ കൊയർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈമറി കൊയർ സൊസൈറ്റീസ്. നമ്മൾ റൂൾ 15 പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊയർ സൊസൈറ്റി എത്ര ടയറിലാണ്? 3 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പെക്സിലാണ് കോയർഫെഡ്. 1979 കോയർഫെഡിന്റെ വർഷോപ്പിലാണ് 1979 കോയർഫെഡ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള വർക്കിംഗ് ഇൻ 3 ടയർ സ്ട്രക്ചർ ആണ്. അപ്പെക്സ്, കയർഫെഡ്, സെൻട്രൽ കൊയർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രൈമറി കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ദ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ set up by the central government for the promotion of and development of coir industries in India is known as കയർ ബോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയർ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ഥാപനമാണ്? സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് കയർ ബോർഡ്. കയർ ബോർഡ് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. കയർഫെഡ് അപ്പെക്സ് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓക്കെ. അപ്പോൾ കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയും കയർഫെഡ് ആലപ്പുഴയാണ്. അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഹാൻഡെക്സ്, കോയർഫെഡ്, മത്സ്യഫെഡ്, മിൽമ, സുരഭി, ഇതൊക്കെ എന്താണ്? അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിക്ക് ഉദാഹരണങ്ങളാണ്. HCMMS നമ്മൾ കോഡൊക്കെ ഇട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. HCMMS എന്തൊക്കെയാണ്? ഹാൻഡെക്സ്, കോയർഫെഡ്, മത്സ്യഫെഡ്, മിൽമ, സുരഭി. HCMMS എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പെക്സിലെ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിക്ക് ഉദാഹരണങ്ങളാണ്. ഹാൻഡെക്സ്, കോയർഫെഡ്, മത്സ്യഫെഡ്, മിൽമ, സുരഭി. സുരഭി പറഞ്ഞ എന്താണ്? ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സുരഭി. ഓക്കെ. ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് സുരഭി എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം ഇവിടെ തന്നെയാണ്, എറണാകുളമാണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കേണ്ടതാണ്. സുരഭി എറണാകുളത്താണ്. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോയർഫെഡ്. കോയർഫെഡ് എവിടെയാണ്? ആലപ്പുഴയാണ്. വർഷം പറഞ്ഞു 1979 കോയർഫെഡ് നിലവിൽ വന്നത്. ഇനി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കോയർഫെഡ് ആലപ്പുഴയാണ്. കോയർഫെഡ് ഈസ് എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അണ്ടർ ഗവൺമെന്റ് ഓഫ് കേരള. ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് തന്നെയാണ് എന്ത്? കോയർഫെഡ് പറയുന്നത്. ഓക്കെ. അപ്പോൾ കോയർഫെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോയർഫെഡ് ഈസ് എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അണ്ടർ ഗവൺമെന്റ് ഓഫ് കേരള. ഇനി കോയർഫെഡ് ഗോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1979 ആസ് ദ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് കൊയർ കോപ്പറേറ്റീവ്സ് ഫംഗ്ഷനിങ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. 1979 എന്ത് വന്നിരിക്കുന്നത്? കോയർഫെഡ് വന്നുള്ളത്. അതായത് കോയർഫെഡ് ഗോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1979 ആസ് ദ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി കൊയർ കോപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഇൻ ദ സ്റ്റേറ്റ്. 1979 അടുത്ത് നോക്കൂ. നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറെ സിസ്റ്റമാണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. ആരാണ് ഫോളോ ചെയ്യുന്നത്? അതും ഈ കൺസ്യൂമർ സൊസൈറ്റീസ് തന്നെയാണ്. ആക്റ്റീവ് പ്രൈസ് പോളിസി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കൺസ്യൂമർ സൊസൈറ്റിയാണ്.
പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് കീപ്പ് ചെയ്യുന്നതാണ് എന്ത് മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പോൾ ഈ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ഉണ്ട്, ഡബിൾ ലോക്ക് സിസ്റ്റം ഉണ്ട്. രണ്ട് തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. ഈ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ആരാണ് ഫോളോ ചെയ്യുന്നത്? കൺസ്യൂമർ സൊസൈറ്റീസ് ആണ്. ഡബിൾ ലോക്ക് സിസ്റ്റം സാധാരണഗതിയിൽ PACS ആണ്. ഈ ക്രെഡിറ്റ് കൈകാര്യം ചെയ്യുന്ന ലോക്കറിന്റെ കീ സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണെന്ത് ഡബിൾ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം. ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം എന്താണ്? കൺസ്യൂമർ സൊസൈറ്റീസ് അവരുടെ സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണെന്ത് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാടാണെന്ത് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. ഇനി ഡാഷ് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ വെൻ ദ നമ്പർ ഓഫ് ഐറ്റം ഓഫ് ഗൂഡ്സ് ആർ അൺലിമിറ്റഡ്. വാല്യൂ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. അപ്പോൾ ഈ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റത്തിന്റെ വേറൊരു പേരാണെന്ത് വാല്യൂ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലൊക്കെ നമ്പർ ഓഫ് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉള്ളവിടെ അവരുടെ സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണെന്ത് വാല്യൂ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് സ്റ്റോക്കിനെ രണ്ടായിട്ട് തിരിക്കും, മെയിൻ സ്റ്റോക്ക് ആൻഡ് റീറ്റെയിൽ സ്റ്റോക്ക്. അങ്ങനെ രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഹോൾസെയിൽ സ്റ്റോറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. കൺസ്യൂമർ ഹോൾസെയിൽ സ്റ്റോറുകൾ സ്റ്റോക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് എന്ത് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണെന്ത് വാല്യൂ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാഷ് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ വെൻ ദ നമ്പർ ഓഫ് ഐറ്റം ഓഫ് ഗൂഡ്സ് ആർ അൺലിമിറ്റഡ്. വളരെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് കൈകാര്യം ചെയ്യുന്നവരാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക വാല്യൂ കൺട്രോൾ സിസ്റ്റം ചെയ്യുക. വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് സിസ്റ്റം പ്രകാരം കൺട്രോൾ ചെയ്യുക യൂണിറ്റ് കൺട്രോൾ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അതായത് PACS പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ചിലപ്പോൾ ഫെർട്ടിലൈസറൊക്കെ വിൽക്കാറുണ്ട്, ഫെർട്ടിലൈസറുകൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ വിൽക്കാറുണ്ട്. അവർക്കൊക്കെ എന്ത് വേണ്ട കാര്യമില്ല, ഈ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അവരെന്താണ് ലിമിറ്റഡ് നമ്പർ ഓഫ് ഗൂഡ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് മതി യൂണിറ്റ് കൺട്രോൾ സിസ്റ്റം മതി. അതാണ് സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ഇൻ ദ സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ്. ഈ കൺസ്യൂമർ സൊസൈറ്റീസ് അല്ലാത്ത മറ്റ് സൊസൈറ്റികൾ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യൂണിറ്റ് കൺട്രോളിലാണ്. ഇത്ര യൂണിറ്റ് സാധനം ഉണ്ട് എന്നുള്ള ബേസിൽ തന്നെയാണ് സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിലാണ് ചോദിച്ചാൽ എന്താണ് യൂണിറ്റ് കൺട്രോൾ സിസ്റ്റമാണ്. ഇപ്പോൾ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഹോൾസെയിൽ സ്റ്റോർ പോലുള്ള കൺസ്യൂമർ സൊസൈറ്റികളാണ് എന്ത് കൈകാര്യം ചെയ്യുന്നത് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എപ്പോഴും എന്തായിരിക്കും യൂണിറ്റ് കൺട്രോൾ സിസ്റ്റം ആയിരിക്കും. ഇനി ഡാഷ് സിസ്റ്റം ഈസ് എ സ്യൂട്ടബിൾ ഓൺലി വെൻ ദ നമ്പർ ഓഫ് ഐറ്റം ഓഫ് ഗൂഡ്സ് ആർ ലിമിറ്റഡ്. ലിമിറ്റഡ് ഐറ്റംസ് കൈകാര്യം ചെയ്യുന്നവർക്ക് എന്ത് പറ്റൂ? യൂണിറ്റ് കൺട്രോൾ പറ്റൂ. അൺലിമിറ്റഡ് ഐറ്റംസ് കൈകാര്യം ചെയ്യുന്നവർക്ക് എന്തേ പറ്റൂ? ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. ഡാഷ് ഈസ് എ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് കൺസ്യൂമർ സ്റ്റോർസ് ടു റെക്കോർഡ് ദ സ്റ്റോക്ക് ഇൻ പർട്ടിക്കുലർ മാനർ. പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. അപ്പോൾ നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദിക്കുക ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആരാണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ഐറ്റംസ് കീപ്പ് ചെയ്യുന്ന ഒരു സൊസൈറ്റിക്ക് അനുയോജ്യമായ സ്റ്റോക്ക് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് നമ്പർ ആണെങ്കിൽ യൂണിറ്റ് കൺട്രോൾ സിസ്റ്റവും വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ആസ് പെർ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം സ്റ്റോക്ക് ഈസ് ഡിവൈഡഡ് ഇൻടു മെയിൻ സ്റ്റോക്ക് ആൻഡ് റീറ്റെയിൽ സ്റ്റോക്ക്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം പ്രകാരം സ്റ്റോക്കിനെ എത്രയായിട്ട് തിരിക്കുന്നു? മെയിൻ സ്റ്റോക്ക് ആയിട്ടും റീറ്റെയിൽ സ്റ്റോക്ക് ആയിട്ടും തിരിക്കുന്നു. ഇനി ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ഈസ് മെയിൻലി ഫോളോഡ് ഇൻ ഡാഷ് സൊസൈറ്റി കൺസ്യൂമർ ഹോൾസെയിൽ സ്റ്റോറുകളാണ്. ഇനി ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ അഡോപ്റ്റഡ് ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് കോൾഡ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പല ഘട്ടങ്ങളിൽ പല രീതിയിലാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് അഡോപ്റ്റഡ് ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് കോൾഡ്. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ പറയുന്നത് എന്താണ്? കൺസ്യൂമർ സൊസൈറ്റിയുടെ മിഡിൽ ടയർ സൊസൈറ്റി ആണെന്ത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സൊസൈറ്റികളുടെ പ്രവർത്തനമൊക്കെ നാമമാത്രമായ പ്രവർത്തനമുള്ളൂ. എങ്കിൽ കൂടി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് അഡോപ്റ്റഡ് ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് കോൾഡ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. ഇനി the practice of authorizing 2 persons for the safe custody of cash and valuable is known as double lock system. അപ്പോൾ ഈ ഡബിൾ കമ്പാർട്ട്മെന്റിലും ഡബിൾ ലോക്കുമായിട്ട് മാറിപ്പോകരുത്. ഡബിൾ ലോക്ക് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് കസ്റ്റഡി ഓഫ് ക്യാഷ് ആൻഡ് വാല്യൂബിൾസ്. ഈ വാല്യൂബിൾസ് എന്താണ്? സ്വർണം. നമ്മൾ സ്വർണ്ണ പണയത്തിന് വരുമ്പോൾ എവിടെയാണ് സൂക്ഷിക്കുക? ഇതേ ലോക്കറിൽ തന്നെയാണ് സൂക്ഷിക്കുക. നമ്മുടെ ഗോൾഡിനെ സൂക്ഷിക്കുന്ന ലോക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു റൂമാണിത് ലോക്കർ. അബദ്ധത്തിലെങ്ങാനും അതിലിട്ടിട്ട് ഒരാളെ ഈ ലോക്കറിലിട്ട് പൂട്ടി വെച്ചാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ആളും തീ മരിച്ചു പോകും. അത്രയും സേഫാണ്. അതായത് വായു പോലും കിടക്കാത്ത വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു റൂമാണെന്ത്
ലോക്കർ റൂം എന്ന് പറയുന്നത്. ബാങ്കിൽ ലോക്കറിൽ പേഴ്സണൽ ലോക്കറിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, വളരെ ലോക്കറിൽ കൊണ്ടുപോയി വെക്കാൻ മുമ്പ് വളരെ സേഫ്റ്റി ഉള്ള ഒരു റൂമാണിത്, ലോക്കർ റൂം. ഇതിന് 2 ചാവി ഉണ്ടാകും. ഒരു ചാവി ഇട്ടാൽ തുറക്കാൻ കഴിയില്ല. 2 ആളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ചാവി ഇട്ടാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ലോക്കർ തുറക്കാൻ കഴിയുള്ളൂ. സാധാരണയായിട്ട് സെക്രട്ടറിയും അവിടുത്തെ ക്യാഷ്യറാണ് എന്ത് ചെയ്യുക, ലോക്കറിൻ്റെ ചാവി വീട്ടിൽ കൊണ്ടുപോകുക. വളരെ ഭാവിയിൽ ജോലി കിട്ടുമ്പോൾ വളരെയധികം ടെൻഷൻ പിടിച്ചൊരു സാധനമാണെന്ത്, ഈ ലോക്കറിലേക്ക് കൈവയ്ക്കുക എന്നുള്ളത്. കറക്റ്റ് സമയത്ത് നമ്മൾ ജോലിക്ക് തിരിച്ചെത്തണം. അതായത് രാവിലെ 9 മണിക്കാണ് ബാങ്ക് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 8:50, 8:45 അല്ലെങ്കിൽ 8:50 ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം, ബാങ്കിൽ എത്തിയിരിക്കണം. എന്നാലേ നമ്മൾ ഈ ലോക്കറൊക്കെ തുറന്ന് നമ്മുടെ പൈസയൊക്കെ എടുക്കാൻ പറ്റും. ഈ കീ സൂക്ഷിച്ച ആൾ തന്നെ വൈകിയാലോ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ പ്രവർത്തനം തന്നെ മുടങ്ങും. കാരണം പൈസയും വാല്യൂബിൾ ആയിട്ടുള്ള മുഴുവൻ ഐറ്റംസും സൂക്ഷിക്കുന്നതോടെയാണ് ഈ ലോക്കറിലാണ്. വലിയ ടെൻഷൻ പിടിച്ചതായിട്ടാണ് പല ആളുകളും നമ്മൾ എന്നെക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ കീ കൊണ്ടുപോകാന്നുള്ളത് വളരെ ടെൻഷൻ പിടിച്ചൊരു ജോലിയാണെന്നുള്ളത് സത്യമാണ്. കീ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ജോലിയുള്ള ഒരു സംഭവം തന്നെയാണത്, ബാങ്ക് ലോക്കറിൻ്റെ കീ സൂക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ഭാവിയിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യും, ഈ കീ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകും. സംശയിക്കാനേ ഇല്ല, നമ്മൾ ഭാവിയിൽ ജോലി വാങ്ങുന്നു, ഈ കീയുമായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ പോവുക. അപ്പോൾ 2 ആൾ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പറഞ്ഞ ലോക്കർ തുറക്കാൻ പറ്റൂ. 2 ആളുടെ കയ്യിൽ വ്യത്യസ്ത ആൾക്കാരുടെ കയ്യിലായിരിക്കും കീ. പലപ്പോഴും സെക്രട്ടറി വീട്ടിൽ കൊണ്ടുപോകാൻ പഠിച്ചിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം പലർക്കും ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെ വരും, സെക്രട്ടറിക്ക് തന്നെയാണ് വരും, യാതൊരു സംശയമില്ല. ദ പ്രാക്ടീസ് ഓഫ് ഓതറൈസിംഗ് 2 persons ഫോർ ദ സേഫ് കസ്റ്റഡി ഓഫ് ക്യാഷ് ആൻഡ് വാല്യൂബിൾ ഈസ് നോൺ ആസ് ഡബിൾ ലോക്ക് സിസ്റ്റം. ഇനി ഡബിൾ ലോക്ക് സിസ്റ്റം ഈസ് ജനറലി ഫോളോഡ് ബൈ ആരാണ്, PSCSലാണ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. മീൻസ് ക്രെഡിറ്റ് ആക്ടിവിറ്റി ചെയ്യുന്ന, അതായത് കടവായ്പാ സംഘങ്ങൾ, അതായത് വാല്യൂബിൾ ആയിട്ടുള്ള ഗോൾഡ് ലോൺ കൊടുക്കുക, ക്യാഷ് വലിയ രീതിയിൽ സൂക്ഷിക്കേണ്ടി വരും, അങ്ങനെയുള്ള സംഘങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് ഫോളോ ചെയ്യുന്നത്, ഡബിൾ ലോക്ക് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നാണ്. ഡബിൾ ലോക്ക് സിസ്റ്റം ഈസ് ജനറലി ഫോളോഡ് ബൈ PSCS ആണ്. അതിൽ ചോയ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി, കൺസ്യൂമർ സൊസൈറ്റി എന്നൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് എഴുതാവൂ, PSCS ആണ്. ഈ PSCS സെലക്ട് ചെയ്യണം. ഓക്കെ, അടുത്ത് നോക്കൂ. Where there is double lock system for safe custody of cash balance by the secretary and the cashier, the responsibility to account for the cash balance to the committee will that of the dash secretary ആണ്. അതായത് where there is a double lock system for safe custody of cash balance by the secretary and the cashier, the responsibility to account for the cash balance to the committee will be that of the dash. അതായത് സേഫ് ലോക്കറിന്റെ കീ ആരുടെ കയ്യിലൊക്കെ ഉണ്ടാവും, സെക്രട്ടറിയുടെ കയ്യിലും ക്യാഷ് ആൻഡ് ദ കാഷ്യർ. അതാണ് പറയുന്നത് വേർ ദർ ഈസ് എ ഡബിൾ ലോക്ക് സിസ്റ്റം ഫോർ ദ സേഫ് കസ്റ്റഡി ഓഫ് ക്യാഷ് ബാലൻസ് ബൈ ദ സെക്രട്ടറി ആൻഡ് ദ കാഷ്യർ. ദ റെസ്പോൺസിബിലിറ്റി ടു അക്കൗണ്ട് ഫോർ ദ ക്യാഷ് ബാലൻസ് ടു ദ കമ്മിറ്റി. കമ്മിറ്റിയോട് അതിൻ്റെ ഉത്തരവാദിത്തം പറയാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്, അതായത് ക്യാഷിൻ്റെ ഉത്തരവാദിത്തം ആക്ച്വലി ആർക്കാണെന്നാണ് അർത്ഥം, സെക്രട്ടറിക്കാണ്. ക്യാഷ്യർ ക്യാഷിൻ്റെ കീ കൊണ്ടുപോകുന്നേ ഉള്ളൂ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ്, സെക്രട്ടറിക്കാണ്. ക്യാഷ്യർക്കുള്ളതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ്, സെക്രട്ടറിക്ക് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പല സെക്രട്ടറിമാരും രാവിലെ നേരത്തെ വരാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അവിടുത്തെ ചീഫ് അക്കൗണ്ടന്റിനെ അല്ലെങ്കിൽ വേറെ ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരാളെ എന്ത് ചെയ്യാറുണ്ട്, കീ ഏൽപ്പിക്കാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആര് തന്നെയാണ്, അക്കൗണ്ടബിൾ ടു കമ്മിറ്റി, കമ്മിറ്റിയോട് മറുപടി പറയേണ്ടത് ആര് തന്നെയാണ്, ഈ സെക്രട്ടറി തന്നെയാണ്. ഓക്കെ, സെക്രട്ടറിക്കാണ്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. For the custody of cash and valuables, PSCS followed a dash system, double lock system. PSCS follow ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്യാഷും വാല്യൂബിളും സൂക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട സിസ്റ്റം ഉണ്ട് ഡബിൾ ലോക്ക് സിസ്റ്റം. അപ്പോൾ ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം, ഡബിൾ ലോക്ക് സിസ്റ്റം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ പോലുള്ള വൈഡ് വെറൈറ്റി ഓഫ് ഗൂഡ്സ് കൈകാര്യം ചെയ്യുന്ന കൺസ്യൂമർ സൊസൈറ്റീസ് അവരുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണെന്ത്, ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. സ്റ്റോക്കിന് 2 ആയിട്ട് തിരിക്കും, മെയിൻ സ്റ്റോക്ക് ആൻഡ് റീറ്റെയിൽ സ്റ്റോക്ക്. ഈ ഡബിൾ ലോക്ക് സിസ്റ്റം പ്രകാരം PSCSൽ ക്യാഷും വാല്യൂബിൾസും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 പേര് കീ സൂക്ഷിക്കുന്ന സിസ്റ്റമാണെന്ത്, ഡബിൾ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വാസ് സെറ്റപ്പ് ഇൻ ദ നബാർഡിന്റെ കയ്യിലുള്ള ഒരു ഫണ്ടാണ് ദ നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. നബാർഡാണ് കൈകാര്യം ചെയ്യുന്നത്. നബാർഡ് കൈകാര്യം ചെയ്യുന്ന മറ്റു കുറച്ച് ഫണ്ടുകളെ കുറിച്ച്, നബാർഡുകളെ കുറിച്ച് നമ്മൾ വേറൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. NABARD use the dash fund to convert short-term loan to medium-term loan for cooperative society. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടാണ്. നബാർഡ് കീപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫണ്ടാണിത്, നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഈ പറഞ്ഞ ഫണ്ടല്ല, അത് നമ്മൾ ഈ പറഞ്ഞത് എന്താണ്, ദ നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നബാർഡിന്റെ കയ്യിലാണ്. ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നബാർഡിന്റെ കയ്യിലാണ്. ഈ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നബാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ
ഷോർട്ട് ടേം ലോണുകളെ മീഡിയം ടേം ലോൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നബാർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുത്തിട്ടുള്ള ഷോർട്ട് ടേം ലോണുകളെ മീഡിയം ടേം ലോൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണെന്ന് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഇത് ആരുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്താണ്? RBI കയ്യിൽ നിന്ന് നബാർഡ് ഏറ്റെടുത്തിട്ടുള്ള ഒരു ഫണ്ടാണ്. അതായത് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ടേക്കൺ ഓവർ ബൈ നബാർഡ് ഫ്രം RBI ആൻഡ് ചേഞ്ച് ഇറ്റ്സ് നെയിം ടു നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അപ്പോൾ ഈ നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നായിരുന്നു. അപ്പോൾ ആരായിരുന്നു അത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? RBI ആണ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ RBIയുടെ കയ്യിൽ നിന്ന് ആരെ ഏറ്റെടുത്തു? നബാർഡ് ഏറ്റെടുത്തു. അതോടുകൂടി അതിന്റെ പേര് മാറ്റി. പേരെന്താക്കി മാറ്റി? നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാക്കി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുത്തിട്ടുള്ള ഷോർട്ട് ടേം ലോണുകളെ മീഡിയം ടേം ലോൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നബാർഡ് ഉപയോഗിക്കുന്ന ഒരു ഫണ്ടാണെന്ന് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. നബാർഡിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, നബാർഡിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കാറുണ്ട്. അത് നമ്മൾ വേറൊരു ക്ലാസ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് SPCS നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന വേറെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണെന്ത്? സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി SPCS. SPCSമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. SPCSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? കോട്ടയമാണ്. പക്ഷേ ഒരു അക്ഷരമന്ദിരം പറഞ്ഞ ഒരു SPCSന്റെ ബിൽഡിംഗ് ഉണ്ട്, അതെവിടെയാണ്? എറണാകുളത്താണ്. ഇത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് SPCS ചോദിച്ചാൽ കോട്ടയം, അക്ഷരമന്ദിരം ബിൽഡിംഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SPCSമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. SPCS എസ്റ്റാബ്ലിഷ് ഓൺ 1945 ഏപ്രിൽ 30-നാണ്. 1945 ഏപ്രിൽ 30-നാണ്. 12 റൈറ്റേഴ്സ് ആയിരുന്നു അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ സമയത്ത് ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നത്? 12 റൈറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ സൊസൈറ്റി ഓഫ് മലയാളം റൈറ്റേഴ്സ് ഫോർ പബ്ലിക്കേഷൻ ഓഫ് ദെയർ ബുക്സ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ദ സൊസൈറ്റി ഓഫ് മലയാളം റൈറ്റേഴ്സ് ഫോർ പബ്ലിക്കേഷൻ ഓഫ് ദെയർ ബുക്ക് SPCS. SPCSന്റെ ഫുൾ ഫോം എന്താണ്? സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. ഓക്കെ, ഈ SPCS രജിസ്റ്റേർഡ് ആസ് പെർ ഏത് ആക്ട് പ്രകാരമാണ്? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പ്രകാരമാണ് SPCS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. SPCS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1945-ലാണ്. ഏത് ആക്ട് പ്രകാരം? ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പ്രകാരം. ഫസ്റ്റ് പ്രസിഡന്റ് MP പോൾ ആയിരുന്നു. ഫസ്റ്റ് പ്രസിഡന്റ് MP പോൾ. ആരാണ്? MP പോൾ. ഈ ഫസ്റ്റ് സെക്രട്ടറി കാരൂർ നീലകണ്ഠപിള്ളയാണ്. ഫസ്റ്റ് സെക്രട്ടറി ആരാണ്? കാരൂർ നീലകണ്ഠപിള്ളയാണ്. കറണ്ട് അഫയേഴ്സിനും ഇപ്പോഴത്തെ സെക്രട്ടറി ഇപ്പോഴത്തെ പ്രസിഡന്റൊക്കെ നമ്മൾ വേറൊരു ക്ലാസ്സിൽ ചെയ്യും. കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് മെമ്പേഴ്സ് ഓഫ് SPCS. ഫസ്റ്റ് മെമ്പേഴ്സ് SPCSന്റെ ആദ്യ മെമ്പേഴ്സ് ആരാണ്? തകഴിയും P കേശവദേവുമായിരുന്നു ഫസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മെമ്പേഴ്സ് ഓഫ് SPCS ചോദിച്ചാൽ തകഴിയും P കേശവദേവുമാണ്. ഇനി അക്ഷരമന്ദിരം ഞാനിതാണ് നേരത്തെ പറഞ്ഞത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് SPCS ചോദിച്ചാൽ കോട്ടയമാണ് എഴുതുന്നത്. പക്ഷേ അക്ഷരമന്ദിരം സിറ്റുവേറ്റഡ് എറണാകുളമാണ്. SPCSന്റെ ബിൽഡിംഗ് ആണെന്ത്? അക്ഷരമന്ദിരം. ഇനി ബുക്ക് സ്റ്റാൾ ഓഫ് SPCS നോൺ ആസ് നാഷണൽ ബുക്ക് സ്റ്റാൾ NBS എന്നാണ് പറയുക. SPCSന്റെ ബുക്ക് സ്റ്റാളിന് എന്താണ് പറയുക? NBS ആണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട SPCSന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ള ഒരു മാറ്റമാണെന്ത്? ഈ NBSനെ ഏറ്റെടുത്തു എന്നുള്ളത്. നാഷണൽ ബുക്ക് സ്റ്റാൾ. ബുക്ക് സ്റ്റാൾ ഓഫ് SPCS എന്ന് പറയുന്നതാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ ആണ്. അടുത്ത ദിവസം നോക്കൂ. ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ബൈ SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് ഏതാണ്? തകഴിയുടെ കഥകളാണ്. കഥകളിയല്ല, തകഴിയുടെ കഥകൾ. 1945-ലാണ് SPCS ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ബൈ SPCS തകഴിയുടെ കഥകൾ. ഇനി ദ പ്രസ് ഓഫ് SPCS ഏതാണ്? ഇന്ത്യ പ്രസ് ആണ്. SPCSന്റെ പ്രസിന്റെ പേര് എന്താണ്? ഇന്ത്യ പ്രസ്. ബുക്ക് സ്റ്റാളിന്റെ പേര് NBS നാഷണൽ ബുക്ക് സ്റ്റാൾ. ഇനി ഫസ്റ്റ് ബുക്ക് പ്രിന്റഡ് ഇൻ ഇന്ത്യ പ്രസ്. ഇന്ത്യ പ്രസ്സിലെ പ്രിന്റ് ചെയ്ത ആദ്യത്തെ ബുക്ക് ഏതാണ്? ഓടയിൽ നിന്നാണ്. 4ാമത്തെ എഡിഷൻ. ഓടയിൽ നിന്ന് എന്നുള്ള കൃതിയുടെ 4ാമത്തെ എഡിഷനാണ്. എവിടെ പ്രിന്റ് ചെയ്തത്? ഇന്ത്യ പ്രസ്സില് ഫസ്റ്റ് പ്രിന്റ് ചെയ്തത്. ഇന്ത്യ പ്രസ് ആരുടെയാണ്? SPCSന്റെ പ്രസ്സാണ് ഇന്ത്യ പ്രസ്. ഓക്കെ, ഇനി മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് SPCS NBS ബുള്ളറ്റിൻ ആണ്. 1953 മുതലാണ് NBS ബുള്ളറ്റിൻ വന്നത്. മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് SPCS ചോദിച്ചാൽ എന്താണ്? NBS ബുള്ളറ്റിൻ 1953-ലാണ്. ഇനി സിമ്പിൾ ഓഫ് ഡക്ക് ഈസ് റിലേറ്റഡ് ടു SPCS ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ഓഫ് ഡക്ക് ഏതുമായി ബന്ധപ്പെട്ടതാണ്? SPCSമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നമാണെന്ത്? സിമ്പിൾ ഓഫ് ഡക്ക്. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ award given jointly by SPCS and Cooperative Department for Writers, Novelists, etc. അതാണ് SPCS അക്ഷര പുരസ്കാരം ഫ്രം 2010 മുതൽ SPCSും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് റൈറ്റേഴ്സിനും നോവലിസ്റ്റിനും കൊടുക്കുന്ന പ്രധാനപ്പെട്ട അവാർഡാണെന്ത്? SPCS അക്ഷര പുരസ്കാരം. ഓരോ 20 മാസത്തിലാണ് എന്ത് ചെയ്യുക? ഇത് കൊടുക്കാറ്. SPCSന്റെ അതാണ് അക്ഷര പുരസ്കാരം. എന്ന് മുതലാണ്? ഫ്രം 2010 മുതലാണ് അക്ഷര പുരസ്കാരം കൊടുത്തു തുടങ്ങിയിരിക്കുന്നത്. ഇനി SPCS അക്ഷര പുരസ്കാരം ഗിവൺ ഇൻ എവരി
20 months ആണ്. 20 മാസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, അക്ഷര പുരസ്കാരം കൊടുക്കാറുള്ളത്. ഓക്കെ, റൈറ്റേഴ്സിനും നോവലിസ്റ്റിനും SPCS കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് അക്ഷര പുരസ്കാരം. ഇനി 2020 നടന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇതാണെന്ത്, കൃതി ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. എവിടെയാണ് നടന്നുള്ളത്? കൊച്ചി. SPCSന്റെ മേൽനോട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഫെയർ ആണെന്ത്, കൃതി ഇന്റർനാഷണൽ ബുക്ക് ഫെയർ 2020 കണ്ടക്റ്റഡ് അറ്റ് കൊച്ചി. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ SPCSമായി ബന്ധപ്പെട്ട് പഠിക്കണം. വളരെ വളരെ സാധ്യത കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഭാഗമാണെന്ത് SPCS. പ്രത്യേകിച്ച് അക്ഷരമന്ദിരം പുരസ്കാരം, അതായത് സാഹിത്യ പുരസ്കാരം, SPCS കൊടുക്കുന്ന സാഹിത്യ പുരസ്കാരം. ഇനി കൃതി ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിനെ കുറിച്ച് ചോദിക്കാം. എന്നു മുതലാണ് ഈ പറഞ്ഞ അക്ഷര പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്, അതായത് SPCSന്റെ അക്ഷര പുരസ്കാരം എന്ന് മുതലാണ് കൊടുത്തു തുടങ്ങിയത് ചോദിച്ചാൽ 2010 മുതലാണ്. എത്ര മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ 20 മാസം. ഇതൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രീവിയസ്ലി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. Except societies which are permitted to issue long-term loans and a society with unlimited liabilities shall not grant loan for periods exceeding dash months. ഇതാണ് എന്താ അർത്ഥം? Except societies which are permitted to issue long-term loan ഇഷ്യൂ ചെയ്യാൻ പെർമിറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ ഒഴികെ. അപ്പോൾ ആരാണ് ലോങ് ടേം ലോൺ ഇഷ്യൂ ചെയ്യാൻ പെർമിറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റി? PCRDB ആണ് കേരളത്തിൽ ലോങ് ടേം ഇഷ്യൂ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രധാനപ്പെട്ടത്. അതെ, PCRDB, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അതിന് പ്രവർത്തന പരിധി എവിടെയാണ്? 1 താലൂക്കാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എക്സെപ്റ്റ് സൊസൈറ്റീസ് വിച്ച് ആർ പെർമിറ്റഡ് ടു ഇഷ്യൂ ലോങ് ടേം ലോൺസ് ആൻഡ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റിക്കും ലോങ് ടേം ലോൺ കൊടുക്കാൻ കഴിയുന്ന സൊസൈറ്റിക്കും ഒഴികെ ബാക്കിയുള്ള എല്ലാ സൊസൈറ്റികളും എത്ര മാസത്തെ ലോണേ കൊടുക്കാൻ കഴിയുള്ളൂ? 120 മാസം, അതായത് 10 വർഷത്തെ ലോണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ PCRDBയും അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റിയും ഒഴികെ മറ്റു സൊസൈറ്റികൾക്ക് എത്ര കാലാവധിയുള്ള ലോണാണ് കൊടുക്കാൻ കഴിയുക? എത്ര കാലാവധികളാണ്? 10 വർഷം അല്ലെങ്കിൽ 120 മാസം. PCRDBക്ക് 10 വർഷത്തിൽ കൂടുതലുള്ള ലോൺ കൊടുക്കാം. പക്ഷേ അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റിക്ക് എത്ര വർഷത്തെ കൊടുക്കാൻ പറ്റൂ? 5 വർഷത്തെ കാലാവധിയുള്ള ലോണേ കൊടുക്കാൻ പറ്റും. മാക്സിമം എത്ര വർഷത്തെ പറ്റൂ? 5 വർഷത്തെ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് എക്സെപ്റ്റ് സൊസൈറ്റീസ് വിച്ച് ആർ പെർമിറ്റഡ് ടു ഇഷ്യൂ ലോങ് ടേം ലോൺസ് ആൻഡ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഷാൽ നോട്ട് ഗ്രാൻഡ് ലോൺ ഫോർ പീരീഡ് എക്സീഡിങ് 120 months. ഇതാരാ നിശ്ചയിക്കുന്നത്? 120 മാസത്തെ ലോണേ കൊടുക്കാൻ പാടുമെന്ന് ആരാ നിശ്ചയിക്കുന്നത്? രജിസ്ട്രാറാണ് നിശ്ചയിക്കുന്നത്. സംശയിക്കാനില്ല. ആരാണ് തീരുമാനിക്കുന്നത്? രജിസ്ട്രാറാണ് അതാത് കാലങ്ങളിൽ തീരുമാനിക്കുന്നത്. രജിസ്ട്രാർ സർക്കുലർ മുഖാന്തരമാണ് പറയാം 10 മാസത്തെ ലോണാണ് കൊടുക്കാൻ പാടുക, മാക്സിമം എമൗണ്ട് ഇത്ര രൂപ വരെ കൊടുക്കാൻ പാടൂ, ഗോൾഡ് ലോണിന് ഇത്ര രൂപ, ഓരോ സൊസൈറ്റിയുടെ ക്ലാസ്സിനും അവരുടെ ഡെപ്പോസിറ്റിന്റെ സ്ട്രെങ്ത്തിനും അനുസരിച്ച് ഇത്ര രൂപ വരെ കൊടുക്കാമെന്ന് നിശ്ചയിക്കുന്ന ആരെന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ അറ്റ് പ്രസന്റ് ഒരു PSCS പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് എത്ര കാലത്ത് ലോൺ കൊടുക്കാൻ ചോദിച്ചാൽ എത്രയാണ്? പരമാവധി 120 months അല്ലെങ്കിൽ 10 years. ഇനി അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റിയാണ് എത്ര പാടും? 5 വർഷ കാലാവധിക്കുള്ള ലോൺ കൊടുക്കാൻ പാടും. ഇനി 10 വർഷ കാലാവധിയിൽ കൂടുതൽ ലോൺ കൊടുക്കുന്ന സൊസൈറ്റി ഏതാണ്? ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന PCARDBകളാണ്. ഇനി ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ എത്രയുണ്ട്? 2 ടയറിലാണ് കൊടുക്കുന്നത്, SCRDB, PCRDB. അവർക്ക് മാത്രമാണ് 10 വർഷത്തിന് മേലെ ലോൺ കൊടുക്കാൻ കഴിയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് കേരളത്തിലുള്ളത്. ഓക്കെ, അടുത്ത നോക്കൂ. ഞാൻ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഷാൽ ഗ്രാൻഡ് ലോൺ നോട്ട് എക്സീഡിങ് 5 years. 5 വർഷത്തിൽ കൂടാൻ പറ്റില്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആണെങ്കിൽ എത്രയാണ്? 5 വർഷമാണല്ലോ. മറ്റേതാണെങ്കിലോ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആണെങ്കിൽ എത്ര? 10 വർഷം. ഓക്കെ, ഇനി ബൈ ദ ആക്ട് ഓഫ് 904 സൊസൈറ്റി എങ്ങനെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു? റൂറൽ ആൻഡ് അർബൻ ആണ്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ഒന്നും അല്ല. എങ്ങനെയാണ്? റൂറൽ ആൻഡ് അർബൻ ആണ്. ലിമിറ്റഡോ അൺലിമിറ്റഡോ അല്ല. എങ്ങനെയാണ്? റൂറൽ ആൻഡ് അർബൻ ആണ്. 904 ആക്ട് പ്രകാരം. പക്ഷേ 912 ആയപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ്? ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആണ്. ഈ 912 ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 904 റൂറൽ ആൻഡ് അർബനും 912 ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്നാണ്. അല്ലാണ്ട് ക്രെഡിറ്റോ നോൺ ക്രെഡിറ്റോ നല്ല ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നാണ് 912 ആക്ട് പ്രകാരം സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 904 ആക്ട് 12 ആക്ടിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ഓൺലി വിത്ത് ദ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റി ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ ഓർഡർ, ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഫ്രം ആരുടെ നിന്ന് വേണം? സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ നിന്ന് വാങ്ങണം.
ഇനി ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റ് ആരാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ജനറൽ ബോഡിക്കാണ് അതിൻ്റെ പവർ. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പവർ ആർക്കാണ്? ജനറൽ ബോഡിക്കാണ്. ജനറൽ ബോഡിയാണ് തീരുമാനം എടുക്കുക. മാക്സിമം ഡിവിഡൻഡ് എത്ര ശതമാനം കൊടുക്കാം? നോട്ട് എക്സീഡിങ് 25%. പക്ഷേ കുറെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറ്റി വെക്കേണ്ട റിസർവ് ഉണ്ട്. അതൊക്കെ ആര് മാറ്റി വെച്ചിട്ടുണ്ടാവും? ഓഡിറ്റർ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടാവും. ഓഡിറ്റർ മാറ്റിവെച്ച സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ മാറ്റി വെച്ചതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് കൊടുക്കുന്നത്. അതാണ് എന്ത് ചെയ്യണത്? ജനറൽ ബോഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്. ഏത് പ്രകാരമാണ് ജനറൽ ബോഡി പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ആസ് പെർ ദ ബൈലോ പ്രൊവിഷൻ പ്രകാരമാണ് ജനറൽ ബോഡി പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറ്റി വെക്കേണ്ട ഫണ്ടുകൾ അതൊക്കെയാണ് റിസർവ് ഫണ്ട്. ഫസ്റ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ട സാധനം അതാണ് റിസർവ് ഫണ്ടാണ്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറ്റി വെക്കേണ്ട ഫണ്ടുകൾ ഏറ്റവും ആദ്യം മാറ്റി വെക്കേണ്ടതാണ് റിസർവ് ഫണ്ടാണ്. അത്രയാണ് നോട്ട് ലെസ് ദാൻ 15% ആണ്. 15% നോട്ട് ലെസ് ദാൻ 15% എവിടേക്ക് മാറ്റി വെക്കണം? റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. പിന്നെ മാറ്റി വെക്കണം എവിടേക്കാണ്? എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കാണ്. 5% മാക്സിമം അപ് ടു 60,000. 5% പരമാവധി 60,000 രൂപ. പിന്നെ മാറ്റി വെക്കുന്നത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മൈൻറ്റെയിൻഡ് ബൈ ദ RCS രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിക്ക് എത്ര ശതമാനം? 5% മാറ്റി വെക്കണം. പിന്നെ മെമ്പർ റിലീഫ് ഫണ്ടിക്ക് എത്രയാണ്? 10% ആണ്. മാക്സിമം അപ് ടു 1 lakh ആണ്. ഇനി PACS ആണെങ്കിൽ, അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിക്ക് ഒരു 7% മാറ്റി വെക്കണം. ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറ്റി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മാറ്റി വെക്കേണ്ടതാണ് എന്ത്? ജനറൽ ബോഡി വന്ന് മാറ്റി വയ്ക്കുന്ന ഇപ്പോൾ ബിൽഡിംഗ് ഫണ്ട് ആവാം, അല്ലെങ്കിൽ കോമൺ ഗുഡ് ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ചാരിറ്റബിൾ പർപ്പസ് നോട്ട് എക്സീഡിങ് 10% ആണ്. അവിടെ 10% കൂടാത്ത തുകയാണ് എന്തിലേക്ക് മാറ്റി വെക്കുന്നത്? കോമൺ ഗുഡ് ഫണ്ടിലേക്ക് മാറ്റി വെക്കുന്നത്. ഇതൊക്കെ നമ്മൾ സെക്ഷൻ 56 നെറ്റ് പ്രോഫിറ്റിന്റെ ഡിവിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് റിസർവ് ഫണ്ട് നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിന്റെ നോട്ട് ലെസ് ദാൻ 15% റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. അതൊക്കെ ഓഡിറ്റർ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഫണ്ടുകളൊക്കെ ആര് മാറ്റി വെച്ചിട്ടുണ്ടാകും? ഓഡിറ്റർ മാറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് സംഘത്തിന്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? ജനറൽ ബോഡിക്കാണ്. ഡിവിഡൻഡ് എത്ര ശതമാനമാണ്? നോട്ട് എക്സീഡിങ് 25%. പക്ഷേ ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റി ആണെങ്കിൽ ജനറൽ ബോഡി മാത്രം വിചാരിച്ചാൽ കഴിയില്ല. എന്ത് വേണം? ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള ജനറലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡാഷ് മീൻസ് എ സൊസൈറ്റി ദ മെമ്പേഴ്സ് വിച്ച് ആർ ഇൻ ദ ഇവന്റ് ഓഫ് ഇറ്റ്സ് ബീയിങ് wound up jointly and severally liable for and in respect of all its obligation and to contribute to any deficit in the asset of the society, cooperative society with unlimited liability. നമ്മുടെ സെക്ഷൻ 2H നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 2 എന്താണ്? ഡെഫിനേഷനെ കുറിച്ചിട്ടാണ്. ആ ഡെഫിനേഷനിൽ സെക്ഷൻ 2H ഇതിനെ കുറിച്ച് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയെ കുറിച്ച്, അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി പ്രത്യേകത പറഞ്ഞാൽ ബീയിങ് വൂണ്ട് അപ്പ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ മെമ്പറും ജോയിന്റ് ആൻഡ് സെവറലി ലയബിൾ ഫോർ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് അങ്ങനെയാണ്, ജോയിന്റ് ആൻഡ് സെവറലി ലയബിൾ ആണ്. ഫോർ ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് ആൾ ഇറ്റ്സ് ഒബ്ലിഗേഷൻ, മുഴുവൻ ബാധ്യതകൾക്കും ജോയിന്റ് കൂട്ടായിട്ടും ഒറ്റയ്ക്കും എന്താണ് ഉത്തരവാദിത്വമുണ്ട്. ആൻഡ് ടു കോൺട്രിബ്യൂട്ട് ടു എനി ഡെഫിസിറ്റ് ഇൻ ദ അസറ്റ് ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ അസറ്റിൽ വല്ല കുറവും വരികയാണെങ്കിൽ ആര് കൊണ്ടുവരേണ്ടി വരും? ഈ മെമ്പർ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ സൊസൈറ്റിയെ പറയണത് അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ സൊസൈറ്റി. അതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആരുടെ പെർമിഷൻ വേണം? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷനോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ ഓർ ജനറൽ ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ആർ നോട്ട് കമ്മിങ് അണ്ടർ ദ പർവ്യൂ ഓഫ് BR ആക്ട് ഷാൽ മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് റിസോഴ്സസ് ആസ് പെർ ഡാഷ് ഓഫ് KCS ആക്ട്. വളരെയധികം തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലൂയിഡ് റിസോഴ്സിനെ കുറിച്ചിട്ട്. ആരാണ് ഫ്ലൂയിഡ് റിസോഴ്സ് മാറ്റി വയ്ക്കുക? കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ആർ നോട്ട് കമ്മിങ് അണ്ടർ ദ പർവ്യൂ ഓഫ് BR ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ വരാത്ത മറ്റ് സൊസൈറ്റികളാണ് എന്ത് ചെയ്യുക? ഫ്ലൂയിഡ് റിസോഴ്സസ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളവർ BR ആക്ടിന്റെ കീഴിൽ വരുന്നവരൊക്കെ RBI നിർദ്ദേശപ്രകാരം എന്ത് മാറ്റി വയ്ക്കാറുണ്ട്? അവർ CRR SLR തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. BR ആക്ടിന്റെ പരിധിയിൽ വരാത്ത മറ്റ് സംഘങ്ങൾ ഫ്ലൂയിഡ് റിസോഴ്സസ് മാറ്റി വയ്ക്കണം. ഏത് റൂൾ പ്രകാരം? റൂൾ 63 പ്രകാരം. നമ്മുടെ പരീക്ഷയ്ക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് റൂൾ 63. റൂൾ 63 എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം നിങ്ങൾ പരീക്ഷയുടെ പോയിന്റിൽ, എക്സാം പോയിന്റിൽ എന്ത് ചെയ്യുക? റൂൾ 63 പ്രകാരമാണ് ഫ്ലൂയിഡ് റിസോഴ്സസ് മാറ്റി വയ്ക്കുന്നത്. ഫ്ലൂയിഡ് റിസോഴ്സസ് ഇപ്പോൾ അറ്റ് പ്രസന്റ് എത്രയാണ്? 20% കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, എത്ര ശതമാനം? 20% ഫ്ലൂയിഡ് റിസോഴ്സ് കീപ്പ് ചെയ്യേണ്ടത്. ഓരോന്നിനും ഓരോ പ്രത്യേക രീതിയിലൊക്കെ റൂൾ 63 പറയേണ്ടത്. എല്ലാം പഠിച്ചില്ലെങ്കിലും കോമൺ ആയിട്ട് അറിയണം. ഫ്ലൂയിഡ് റിസോഴ്സ് വരുന്നത് എത്രയാണ്? കോമൺ ആയിട്ട് പറയുമ്പോൾ ഫ്ലൂയിഡ് റിസോഴ്സ് വരുന്നത് 20% ആണ്. അത്രയാണ് 20%. അപ്പോൾ നോക്കൂ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. റിസർവ് കെപ്റ്റ് ഫോർ പേയ്മെന്റ്
ഇമ്മീഡിയറ്റ്ലി ഇൻ ക്യാഷ് ഈസ് ഫ്ലൂയിഡ് റിസോഴ്സസ്. അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സംഘങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് മാറ്റി വയ്ക്കുന്നത്, ഫ്ലൂയിഡ് റിസോഴ്സസ് കീപ്പ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് റിസർവ് കെപ്റ്റ് ഫോർ പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി ഇൻ ക്യാഷ്. ക്യാഷായിട്ട് വന്നിട്ട് അവർ ഡെപ്പോസിറ്റേഴ്സ് ക്യാഷായിട്ട് ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പാകത്തിൽ കുറച്ച് പൈസ ലിക്വിഡായിട്ട് കീപ്പ് ചെയ്യണം. അതിന് പറയുന്നത് എന്ത്, ഫ്ലൂയിഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് റിസോഴ്സസ് ആസ് പെർ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ നിർദ്ദേശപ്രകാരമാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഫ്ലൂയിഡ് റിസോഴ്സുകൾ കീപ്പ് ചെയ്യുന്നത്. ഇനി സൊസൈറ്റി ഷുഡ് മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് റിസോഴ്സസ് അറ്റ് ദ റേറ്റ് ഓഫ് 20% ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ എത്ര ശതമാനം പറഞ്ഞു, 20% അറ്റ് പ്രസന്റ് കീപ്പ് ചെയ്യേണ്ടത്. ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റി കണക്കാക്കലൊക്കെ നമ്മുടെ ഓഡിറ്റ് നോട്ടിൽ, അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞ് എങ്ങനെയൊക്കെ കണക്കാക്കുന്നത്, അതും നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണ്. ഭാവിയിൽ ഓഡിറ്റർ ആകുമ്പോൾ നമ്മൾ ഇതൊക്കെ കണക്കാക്കേണ്ടി വരും. ഒരു സംഘത്തിന് 20% ഫ്ലൂയിഡ് റിസോഴ്സ് ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ സൊസൈറ്റി ഷുഡ് മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് റിസോഴ്സസ് അറ്റ് 20% ഓഫ് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 20% ഫ്ലൂയിഡ് റിസോഴ്സ് കീപ്പ് ചെയ്യേണ്ടത്. ഇനി രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്, ആ ഫ്ലൂയിഡ് റിസോഴ്സിന് വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യും. അത് എത്ര കാലം കീപ്പ് ചെയ്യും ചോദിച്ചാൽ എത്ര കാലമാണ്, പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു റെക്കോർഡാണെന്ത്, രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്. ഫ്ലൂയിഡ് റിസോഴ്സ് രജിസ്റ്റർ കെപ്റ്റ് ഫോർ ദ പീരീഡ് ഓഫ് പെർമനന്റ്. ഇനി ഫ്ലൂയിഡ് റിസോഴ്സസ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റീസ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് വിച്ച് ആർ നോട്ട് അണ്ടർ ദ കവർ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ആരാണ് ഇത് കീപ്പ് ചെയ്യാന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സൊസൈറ്റീസ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന സംഘമാണ്. വേറെ പ്രധാന പ്രത്യേകത എന്താണ്, നോട്ട് കമ്മിങ് അണ്ടർ ദ പർവ്യൂ ഓഫ് BR ആക്ട്. ബാങ്ക് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരാത്ത നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ സംഘങ്ങളും എന്ത് ചെയ്യണം, ഫ്ലൂയിഡ് റിസോഴ്സസ് കീപ്പ് ചെയ്യണം. ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ്, ആരുടെ ഡയറക്ഷൻ പ്രകാരം, ഗവൺമെന്റിന്റെ ഡയറക്ഷൻ പ്രകാരം. എത്ര ശതമാനം, 20% ആണ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലൂയിഡ് റിസോഴ്സസ് കീപ്പ് ചെയ്യുന്നത് ആരുടെ ഡയറക്ഷൻ പ്രകാരമാണ് വെച്ചാൽ, ആരുടെ ഡയറക്ഷൻ പ്രകാരമാണ്, ഗവൺമെന്റിന്റെ ഡയറക്ഷൻ പ്രകാരമാണ്. എത്ര ശതമാനം, 20%. അതിന്റെ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 20%. അതെന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 20% ഫ്ലൂയിഡ് റിസോഴ്സസ് കീപ്പ് ചെയ്യേണ്ടത്. ആരെ, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സംഘങ്ങളും. പക്ഷേ ആരുടെ കീഴിൽ വരരുത്, BR ആക്ടിന്റെ കീഴിൽ വരാത്തതുമായ സംഘങ്ങൾ 20% ഫ്ലൂയിഡ് റിസോഴ്സ് കീപ്പ് ചെയ്യണം. ആരുടെ ഡയറക്ഷൻ പ്രകാരം, ഗവൺമെന്റിന്റെ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് റിസോഴ്സസ് ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ഗവൺമെന്റ്. ഡയറക്ഷൻ ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫ്ലൂയിഡ് റിസോഴ്സ് കീപ്പ് ചെയ്യുന്നത്. എത്ര ശതമാനമാണ്, അറ്റ് പ്രസന്റ് 20% ആണ്. ഇനി ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മെച്ചൂർഡ് ആൻഡ് ഡ്യൂ ഫോർ പേയ്മെന്റ് അറ്റ് ദ ക്ലോസ് ഓഫ് ബിസിനസ് ഓൺ എനി ഡേ കീപ്പ് ആസ് ഫ്ലൂയിഡ് റിസോഴ്സസ് 100%. നമ്മുടെ റൂൾ 63-ല് കുറേ അധികം പെർസെൻറ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണത് 100%. ഇതിന്റെ അർത്ഥം എന്താണ്, ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മെച്ചൂർഡ് ആൻഡ് ഡ്യൂ ഫോർ പേയ്മെന്റ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ബിസിനസ് ഓൺ ഡേ കീപ്പ് ആസ് ഫ്ലൂയിഡ് റിസോഴ്സസ് 100%. അതായത് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് മെച്ചൂർഡായി പറഞ്ഞാൽ എന്താണ്, അതിന്റെ കാലാവധി തീർന്നു. ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ കാലാവധി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡെപ്പോസിറ്റ് ഹോൾഡർ ഏത് നിമിഷവും വന്ന് പൈസ ആവശ്യപ്പെടാം. ഓക്കെ, സാധാരണയായിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ നമ്മുടെ ഒരു ടൈം ലയബിലിറ്റിയാണ്. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാങ്ക് വാങ്ങുന്ന പൈസയാണ് എന്ത്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഇപ്പൊ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ കാലാവധി കഴിഞ്ഞു, അതായത് ആ ഡേറ്റ് മെച്ചൂർഡായി. ഇപ്പൊ 10/5/2020 മെച്ചൂർഡായി എന്ന് വെച്ചോളൂ. അപ്പോൾ ഈ 10/5/2020 ശേഷം എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഡെപ്പോസിറ്റർ വന്നിട്ട് പൈസ തിരിച്ചാവശ്യപ്പെടാം. കാരണം അയാളുടെ ഡെപ്പോസിറ്റിന്റെ മെച്യൂരിറ്റി ആയി. അപ്പോൾ അയാൾ ഒരു 10,000 രൂപ ഡെപ്പോസിറ്റ് കീപ്പ് ഇട്ട സൊസൈറ്റി എന്ന് വെച്ചോ, ഒരു 10,000 രൂപയാണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്. ഈ 10,000 രൂപ ഏത് നിമിഷവും തിരിച്ചു കൊടുക്കേണ്ടി വരാം. അപ്പോൾ ഈ മെച്ചൂർഡ് ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന് എത്ര ശതമാനം പൈസ കൈവശം വെക്കണമെന്ന് ചോദിച്ചാൽ എത്ര ശതമാനം കൈവയ്ക്കണം, 10,000 രൂപേൻ്റെ കൈവയ്ക്കണം. 100% പൈസ എന്ത് ചെയ്യണം, ലിക്വിഡ് ക്യാഷ് ആയിട്ട് ബാങ്ക് സൂക്ഷിച്ചിരിക്കണം. അങ്ങനെ 50 ആളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്ചൂർഡ് ആയിട്ട് എല്ലാം കൂടി 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ മിനിമം എന്ത് ചെയ്യണം, കയ്യിൽ സൂക്ഷിച്ചിരിക്കണം. കാരണം അത് എപ്പോൾ വേണമെങ്കിലും ഒന്ന് അവർ ആവശ്യപ്പെടാം. അതാണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്ചൂർഡ് ആൻഡ് ഡ്യൂ ഫോർ പേയ്മെന്റ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ബിസിനസ് ഓൺ എനി ഡേ കീപ്പ് ആസ് ഫ്ലൂയിഡ് റിസോഴ്സസ് 100%. നമ്മൾ ആ 20% പറഞ്ഞത് എന്താണ്, ടോട്ടൽ ഫ്ലൂയിഡ് റിസോഴ്സസ് അത്ര ഉണ്ടായിരിക്കണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മൊത്തം ഫ്ലൂയിഡ് റിസോഴ്സസ് എത്രയാണെന്ന് ചോദിച്ചാൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 20% ആണ്.
മെച്യൂർഡ് ആയ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന് എത്ര ശതമാനം ഫ്ലൂയിഡ് റിസോഴ്സസ് കീപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എത്ര ശതമാനമാണ്? 100%. കുറേ അധികം പെർസെൻറ്റേജുകൾ നമ്മുടെ റൂൾ 63 പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കുന്നത് മെച്യൂർഡ് ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന് എത്ര ശതമാനം ഫ്ലൂയിഡ് റിസോഴ്സ് കീപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ 20% ആണ്. ടോട്ടൽ എത്രയാണ് ചോദിച്ചാൽ എത്രയാണ്? ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 20% ആണ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ഒരു സൊസൈറ്റിയിൽ എത്ര ഫ്ലൂയിഡ് റിസോഴ്സ് ഉണ്ടായിരിക്കണം വെച്ചാൽ അവർ എത്ര രൂപ ഡെപ്പോസിറ്റ് ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റി കണക്കാക്കാൻ കുറേയധികം കാൽക്കുലേഷൻസ് ഉണ്ട്. അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 20% എങ്കിലും എന്ത് ചെയ്യണം? ഫ്ലൂയിഡ് റിസോഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം. പക്ഷേ ഒരു മെച്യൂർഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യമാണെങ്കിൽ, മെച്യൂർഡ് ഡെപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? കാലാവധി കഴിഞ്ഞ ഒരു ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ 100%. എത്ര രൂപയാണോ ആ കാലാവധി കഴിഞ്ഞ ഡെപ്പോസിറ്റിൽ അത്രയും രൂപയ്ക്ക് ആവശ്യമായ പൈസ ലിക്വിഡായിട്ട് കൈവശം സൂക്ഷിച്ചിരിക്കണം. അതാണ് ഫ്ലൂയിഡ് റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഇത് പലവട്ടം പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത്? NCDC, NDDB, ഹാൻഡെക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഈ ലാസ്റ്റ് ചോയ്സാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും വിചാരിക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അല്ല, അതെന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതിലേതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ഹാൻഡെക്സ് ആണ്. ഹാൻഡെക്സ് മാത്രമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. ഹാൻഡെക്സ് അപ്പെക്സ് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ത്? വീവേഴ്സിലെ അപ്പെക്സ് സൊസൈറ്റി ആണെന്ത്? അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ വീവേഴ്സ് ആണ് ഹാൻഡെക്സ്. ഹാൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെക്സ് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇനി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഫോംഡ് അണ്ടർ സെക്ഷൻ 89 ഓഫ് KCS ആക്ട് ആസ് പെർ ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അല്ലാതെ അതെന്തല്ല, അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അപ്പോൾ പ്രധാനമായിട്ട് നോക്കണം, ഇവിടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എഴുതി പോകരുത്. എന്ത് എഴുതാവൂ? ഹാൻഡെക്സ് ആണ് ഉത്തരം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റൻ ആണ് 2018. ഓക്കെ, ഹാൻഡെക്സ് ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. NDDB, NCDC, ഹാൻഡെക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NCDC വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഇത് 13/3/1963 എന്നാണ് അവരുടെ സൈറ്റിൽ വെബ്സൈറ്റിൽ കിടക്കുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു 10 തവണയെങ്കിലും വന്ന ഡേറ്റ് എപ്പോഴാണ്? 14/3/1963 ആണ്. അപ്പോൾ നിങ്ങൾ ചോയ്സ് നോക്കിയിട്ടാണ് ഉത്തരം എഴുതിക്കോളൂ. കഴിഞ്ഞ 2 പരീക്ഷയ്ക്ക് മുന്നേ പോലും വന്നിട്ടുണ്ടായിരുന്നത് 14/3/1963 എന്നാണ്. പക്ഷെ അവരുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ കാണുന്നത് 13/3/1963 പക്ഷെ പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും 14/3/1963 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ഇൻ മൈൻഡ്, മനസ്സിൽ വെക്കുക. 14/3/13. ഇനി രണ്ടും കൂടി വന്നാൽ എന്ത് എഴുതുന്നത് ചോദിച്ചാൽ NCDC പറയുന്നു അവർ വന്നത് 13/3/1963 അങ്ങനെ രണ്ടും കൂടി വരാനുള്ള സാധ്യത കുറവാണ്. ഇതാണ് NCDCയുടെ വെബ്സൈറ്റിൽ കാണുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു 10 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചോദിച്ചിട്ടുണ്ട് 14/3/1963 എന്നാണ് നമ്മുടെ എക്സാമിന് വരുമ്പോൾ ഡേറ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 പരീക്ഷയ്ക്ക് മുന്നേ പോലും വന്നിട്ടായിരുന്നു ഈ NCDCയുടെ ഡേറ്റ് 14/3/1963. അപ്പോൾ നിങ്ങൾ ചോയ്സിനനുസരിച്ച് ഉത്തരം എഴുതുക. ഇനി NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ എപ്പോഴാണ്? 1962 NCDC ആക്ട് വന്നത്. ഇനി നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അതേപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹഡ്കോ എന്തല്ല? കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഹഡ്കോ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ NCDC ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. NCDC ആസ്ഥാനം ന്യൂഡൽഹി. ഇനി മെയിൻ ഏജൻസി ഓഫ് ഫിനാൻസ് ഫോർ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫിനാൻസ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ ഏജൻസി അതാണ് NCDC ആണ്. ദ ചെയർമാൻ ഓഫ് NCDC പറയുന്നത് സെൻട്രൽ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ ആണ്. NCDCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ICDP ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ല, പ്രോജക്റ്റ് ആണ് കേട്ടോ. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ICDPയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ്, പ്രോഗ്രാം അല്ല, പ്രോജക്റ്റ്. ICDP Integrated Cooperative Development Project was implemented by NCDC with the financial assistance of NABARD and Central Government. നമ്മുടെ പരീക്ഷയ്ക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പല ഭാഗത്തും എന്ത് ചെയ്യാറുണ്ട്? ഡാഷ് വരാറുണ്ട്. ഡാഷ് വാസ് ഇംപ്ലിമെന്റഡ് ബൈ NCDC with the financial assistance of NABARD and സ്റ്റേറ്റ് ഗവൺമെന്റ് വരാം. അപ്പോൾ എന്താണ്? ICDP നാം. ഇനി ICDP was implemented by dash with the financial assistance of NABARD and state central government. അതെന്ത് വരാം? NCDC എന്ന് വരാം. ഇതിന്റെ ചോദ്യത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഡാഷ് വരാം.
ചോദ്യം മനസ്സിലാക്കുക. ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് NCDC ആണ്. ആരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടോടുകൂടി? നബാർഡിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഫിനാൻഷ്യൽ സപ്പോർട്ടോടുകൂടി NCDC ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് ICDP, ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. ഓക്കെ, ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഇത് എന്തിനാണ് ഇത് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വൂണ്ടപ്പ് ചെയ്തിട്ടാണ് എന്ത് വന്നത്? NCDC വന്നത്. അപ്പോൾ ഇതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1966. ഇനി 1962 ഈ പറഞ്ഞ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് വാസ് വൂണ്ടപ്പ് ആൻഡ് NCDC വാസ് ബിഗാൻ. NCDC ഏത് വൂണ്ടപ്പ് ചെയ്തിട്ടാണ്, ഏത് ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് NCDC ആയി മാറിയതെന്ന് ചോദിച്ചാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് 1956 വന്നത് 1962 വൂണ്ടപ്പായി എന്ത് രൂപീകൃതമായി? NCDC രൂപീകൃതമായി. ഓക്കെ, അടുത്ത് നോക്കൂ. നാഷണൽ കോപ്പറേറ്റീവ് വെയർ ഹൗസിംഗ് ബോർഡ് വാസ് സെറ്റപ്പ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആരാണ് ഇതിന്റെ ചെയർമാൻ? AD ഗോർവാല കമ്മിറ്റിയാണ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. SBI കമ്മിറ്റി ഏതാരാണ്? AD ഗോർവാല കമ്മിറ്റിയാണ്. നമ്മൾ കമ്മിറ്റിയുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. NDDBയെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NDDB എവിടെയാണ്? ആനന്ദ്, ഗുജറാത്താണ്. പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ആനന്ദ് എന്നുള്ളത് ചോദിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഗുജറാത്ത് എന്നുള്ളത് ചോദിക്കാം. രണ്ടും ചോദിക്കാം. NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഡാഷ് വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് NDDB വർഗീസ് കുര്യൻ ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം 1/7/1970. ഈ ഡേറ്റ് ഒക്കെ വളരെ മനസ്സിൽ പതിഞ്ഞു നിൽക്കേണ്ട ഒരു ഡേറ്റ് ആണ്. 1/7/1970 എന്ത് വന്നിരിക്കുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ്. ഓക്കെ, ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ NDDB ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1970. ഇനി ഫോർമേഷൻ ഓഫ് NDDB വാസ് ഇനിഷ്യേറ്റഡ് ബൈ ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് എന്ത് ചെയ്തത്? NDDBയുടെ ഫോർമേഷന് വേണ്ടി ഇനിഷ്യേഷൻ എടുത്തത്. NDDB വാസ് ഫൗണ്ടഡ് ബൈ ഡോക്ടർ വർഗീസ് കുര്യൻ ആൻഡ് ഡോക്ടർ അമൃത പട്ടേൽ. ഇതാണ് എഴുതേണ്ടത്. NDDB വാസ് ഫൗണ്ടഡ് ബൈ വെച്ചാൽ ഡോക്ടർ വർഗീസ് കുര്യൻ ആൻഡ് ഡോക്ടർ അമൃത പട്ടേൽ. ഇനി അമൂലിന്റെ ചോദിച്ചാലോ? ത്രിഭുവൻ ദാസ് പട്ടേലാണ്. അമൂലിന്റെ ഫൗണ്ടർ ആരാണ് ചോദിച്ചാൽ ആരാണ്? ത്രിഭുവൻ ദാസ് പട്ടേലാണ്. NDDBയുടെ ഫൗണ്ടേഴ്സ് ചോദിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? വർഗീസ് കുര്യനെയും ഡോക്ടർ അമൃത പട്ടേലിനെയും എഴുതുന്നത്. ഓക്കെ, ത്രിഭുവൻ ദാസ് പട്ടേൽ എന്താണ്? അമൂലിന്റെ ഫൗണ്ടറാണ്. ഓക്കെ, ഇനി ദ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB വാസ് ക്രിയേറ്റഡ് ഇൻ 1965 ഫുൾഫില്ലിംഗ് ദ ഡിസയർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ലാൽ ബഹദൂർ ശാസ്ത്രി. ഇതാണ് നേരത്തെ പറഞ്ഞത്. ആരുടെ ഡിസയറിലാണ് ഇത് വന്നത് ചോദിച്ചാൽ ആരാണ്? NDDB വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1965. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. NDDB ആക്ട് വന്നത് 1987. നോക്കൂ, എത്ര വർഷം കഴിഞ്ഞിട്ട്? 22 വർഷം കഴിഞ്ഞിട്ടാണ് NDDB ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയത് എന്നാണ് ചോദിച്ചാൽ 1987. ഇനി NDDB വന്നത് അപ്പോഴാണ് ചോദിച്ചാൽ അപ്പോഴാണ് 1965. അപ്പോൾ രണ്ട് തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ഇനി സ്ഥാപനം വന്നതിന് ശേഷം ആക്ട് വന്നൊരു വേറൊരു സാധനമുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്, RRB. റീജിയണൽ റൂറൽ ബാങ്ക് വന്നത് 1975 ഒക്ടോബർ 2. പക്ഷേ RRB ആക്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് വന്നത് 1976. ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടി 20 പോയിന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നൊരു സാധനമാണെന്ത്? റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRB. 1975 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം. പക്ഷേ റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് വന്നത് 1976. അതേപോലെയാണ് NDDB വന്നത് 1965. പക്ഷേ NDDB ആക്ട് പാർലമെന്റ് പാസ്സാക്കിയപ്പോഴാണ് 1987. 22 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ആരുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടിലാണ് വന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സപ്പോർട്ടിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് NDDB. The National Dairy Development Board is an institution of national importance set up by an act of Parliament of India. NDDB working under the Ministry of Agriculture ആണ്. NDDB Act was passed in the year 1987. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1965 NDDB വന്നതെങ്കിലും ആക്ട് നമ്പർ 37 ഓഫ് 1987 12/10/1987 ഇത് വന്നത്. NDDB ആക്ട് പാസ്സാക്കിയത്. ഇത് പ്രത്യേകമായിട്ട് മനസ്സിൽ സൂക്ഷിക്കണം. ഓക്കെ, ഇനി ദ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഹാൻഡെക്സ്. അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡെക്സ് മാത്രം കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. NDDBയും NCDCയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് ഹാൻഡെക്സ്. ഹാൻഡെക്സ് ഇതിൻ്റെ കേരള സ്റ്റേറ്റ് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് ഹാൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാൻഡെക്സിന്റെ വർഷം 1961. ഇത് പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു വർഷമാണ് 1961. The Kerala State Handloom Weavers Cooperative Society is called Handex
1961 ആണ്. ഇനി ഹാൻഡെക്സ്, കോയർഫെഡ്, മത്സ്യഫെഡ്, മിൽമ, സുരഭി, HCMMS നമ്മൾ നേരത്തെ പഠിച്ച കോഡിട്ട് പഠിച്ചത് അപ്പെക്സ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിൽ വരുന്നതാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സംഘം തന്നിട്ട് റൂൾ 15 പ്രകാരം അത് പ്രൊഡ്യൂസേഴ്സ് ആണോ ഇൻഡസ്ട്രിയൽ ആണോ നോക്കാം. നമ്മൾ റൂൾ 15 ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത് നോക്കൂ. ഹാൻഡെക്സ് വർക്കിംഗ് ഇൻ ഡാഷ് ടയർ സ്ട്രക്ചർ. 2 ടയറാണ്. ഹാൻഡെക്സ് എത്ര ടയറിലാണ് വർക്ക് ചെയ്യുന്നത്? 2 ടയറിലാണ്. അപ്പെക്സിൽ ഹാൻഡെക്സും പിന്നെ പ്രൈമറി വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെ 2 ടയറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ത് ഹാൻഡെക്സ്. വർഷപ്പിലാണ് പറഞ്ഞത് 1961. ഇനി SCU, അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന 2 ക്വസ്റ്റ്യൻ ആണ്. SCU ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതൊരു കോപ്പറേറ്റീവ് അപ്പെക്സോ സെൻട്രലോ ഫെഡറൽ സൊസൈറ്റി ഒന്നുമല്ല. അപ്പെക്സ് അല്ല, സെൻട്രൽ അല്ല, ഫെഡറൽ അല്ല. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ഗവൺമെന്റ് ബൈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. സെക്ഷൻ ആസ് പെർ സെക്ഷൻ 89 ഓഫ് KCS ആക്ട്. KCS ആക്ടിലെ സെക്ഷൻ 89 പ്രകാരം ഗവൺമെന്റ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞാൽ എന്താണ്? നിയമപ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ത്? SCU, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. ഇനി കോപ്പറേറ്റീവ് SCU ഡാഷ് ചോദിച്ചാൽ അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി എന്നൊന്നും എഴുതി വെക്കരുത്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ SCUമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. The dash shall constitute state cooperative union by notification in the gazette. ആരെന്നെയാണ്? ഗവൺമെന്റ് ആണ്. ഏത് ആക്ട് പ്രകാരം? KCS ആക്ടിലെ സെക്ഷൻ 89 പ്രകാരം. 88 എന്താണ് പറയുന്നത്? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചിട്ടാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതിന് ജനറൽ ബോഡി ഇല്ല. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്തില്ല? CCUവിന് ജനറൽ ബോഡി ഇല്ല. എന്ന് മാത്രമേ ഉള്ളൂ, മാനേജിംഗ് കമ്മിറ്റി മാത്രമാണുള്ളത് CCUവിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ നിലവിൽ എത്ര മെമ്പേഴ്സ് ഉള്ളത്? 14 അല്ല 13 ആണ്. ജില്ലാ റാങ്ക് പോയതോടുകൂടി ഒരു മെമ്പർ കുറഞ്ഞു. ആരാണ്? എത്ര മെമ്പേഴ്സാണ്? 13. പക്ഷേ അതിന്റെ കോറം എത്ര തന്നെയാണ്? 8. ഏതിന്റെ കാര്യം പറഞ്ഞത്? CCUവിന്റെ കാര്യമാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എത്ര മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എത്രയാണ്? 13 പേരാണ്. സാധാരണ ജസ്റ്റ് ഇപ്പോൾ 50% പറഞ്ഞു കഴിഞ്ഞാൽ 7 മതി കോറം. പക്ഷേ നിലവിൽ കോറത്തിന് മാറ്റം വന്നില്ല. അത്ര തന്നെയാണ് കോറം ഫോർ ദ CCU ചോദിച്ചാൽ 8 തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ 88 സെക്ഷൻ 88 ഓഫ് KCS ആക്ട് മെൻഷൻഡ് അബൌട്ട് CCU. സെക്ഷൻ 89 പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ത്? SCU, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റൻസ് ആണ്. SCU ഓഫ് കേരള ഗെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 1970. 21 നവംബർ 1970. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 21 നവംബർ 1970. 1970 21 നവംബറിനാണ് SCU സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The term of office of the members of the general body and the managing committee of the state cooperative union shall be dash years from the date on which they enter upon the office. 5 years. അതായത് the term of office of the members of the general body and the managing committee. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡിയും മാനേജിംഗ് കമ്മിറ്റിയും കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? ഡേറ്റ് വിച്ച് ദേ എൻ്റർ അപ്പോൺ ദ ഓഫീസ്. ചാർജ് എടുത്ത തീയതി മുതൽ 5 വർഷമാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രൈമറി സൊസൈറ്റിയുടെയോ അപ്പെക്സ് സൊസൈറ്റിയുടെയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി ചോദിച്ചാൽ എത്ര വർഷമാണ്? ഡേറ്റ് ഓഫ് എലക്ഷൻ മുതൽ 5 വർഷമാണ്. അതാണ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെയും ജനറൽ ബോഡിയുടെയും കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻ്റർ അപ്പോൺ ഓഫീസ്. ഇനി പ്രൈമറി സൊസൈറ്റിയുടെ ജനറൽ ബോഡിക്കൊന്നും കാലാവധിയില്ല. അത് എല്ലാ വർഷവും വിളിച്ചു കൂടുന്ന മെമ്പർമാരുടെ പൊതുയോഗത്തിനെ പറയുന്നത് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, മെമ്പർമാരുടെ മീറ്റിങ്ങിനെ പറയുന്നതാണ് ജനറൽ ബോഡി. അവിടെ ജനറൽ ബോഡിക്ക് കാലാവധി ഒന്നുമില്ല. പക്ഷേ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ജനറൽ ബോഡിക്കും കാലാവധിയുണ്ട്, മാനേജിംഗ് കമ്മിറ്റിക്കും കാലാവധിയുണ്ട്. എത്രയാണ്? 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻ്റർ അപ്പോൺ ഓഫീസ്. അവിടെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് എൻ്റർ അപ്പോൺ ഓഫീസ്. ഒരു പ്രൈമറി സൊസൈറ്റിയോ അപ്പെക്സോ സെൻട്രൽ സൊസൈറ്റി എപ്പോഴാണ് ഇവിടെ എൻ്റർ അപ്പോൺ ഓഫീസിന്റെ പകരം എന്തായിരിക്കും? ഡേറ്റ് ഓഫ് എലക്ഷൻ ആയിരിക്കും അവിടെ വരിക. ഇലക്ഷൻ തീയതി മുതൽ 5 വർഷമാണ് പ്രൈമറി സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി. പക്ഷേ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെയും ജനറൽ ബോഡിയുടെയും കാലാവധി എത്രയാണ്? 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻ്റർ അപ്പോൺ ഓഫീസ് ആണ്. ഓക്കെ, അടുത്തത് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ഹെൽഡ് എവറി ഇയർ വിത്തിൻ ഡാഷ് മന്ത്സ് ഓഫ് ദ ക്ലോസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഇയർ. 3 months ആണ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ആണെങ്കിലോ വിത്തിൻ 6 months ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ്. അവിടെയാണ് വേറൊരു പ്രധാന പ്രത്യേകത. The general body meeting of the state cooperative union shall be held every year. വർഷത്തിൽ ഒരിക്കൽ തന്നെയാണ് ജനറൽ ബോഡി. വിത്തിൻ 3 months ഫ്രം ദ ക്ലോസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഇയർ. അവിടെയാണ് പ്രത്യേകത. ഫിനാൻഷ്യൽ ഇയർ എന്നല്ല പറയുന്നത്, കോപ്പറേറ്റീവ് ഇയർ എന്നാണ്. നമ്മൾ 1997 ശേഷം കോപ്പറേറ്റീവ് ഇയറും ഫിനാൻഷ്യൽ ഇയറും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ക്ലോസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഇയർ 3 മാസമാണ്. 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ജനറൽ ബോഡി കൂടിയിരിക്കണം. ഒരു പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ എത്രയാണ്? വിത്തിൻ 6 months ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ്. അവിടെയും വ്യത്യാസമുണ്ട്. ഓക്കെ,
അവിടെ നോക്കൂ, അണ്ടർ റൂൾ 164(3) ദ കോറം ഫോർ ദ ജനറൽ ബോഡി ഓഫ് മീറ്റിംഗ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. വളരെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡിയുടെ കോറം എത്ര? CCയുടെ പ്രത്യേകത എന്താണ് പറഞ്ഞു? CCയുടെ ജനറൽ ബോഡി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ SCUവിന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡി ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്. മാനേജിംഗ് കമ്മിറ്റിയിലെ 23 മെമ്പേഴ്സ് ആണുള്ളത്. ജനറൽ ബോഡിയിലെ കോറാണ് നമ്മളെ കൊണ്ട് പരീക്ഷിക്കുന്നത്. ജനറൽ ബോഡിയുടെ കോറം എത്ര? കോറം പറഞ്ഞാൽ എന്താണ്? മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ഫോർ ദ മീറ്റിംഗ്. അതിനാണ് എന്താ പറയുക? കോറം. കോറം പറഞ്ഞാൽ എന്താണ്? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ ദ മീറ്റിംഗ്. ഒരു മീറ്റിംഗിന് ആവശ്യമായ ഏറ്റവും ചുരുങ്ങിയ ആളുകളുടെ എണ്ണത്തിനാണ് എന്താ പറയുക? കോറം എന്ന് പറയാം. ഇനി ഐറ്റംസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ദ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ പറയുന്ന പേരാണെന്ത്? അജണ്ട. അപ്പോൾ കോറം, നോട്ടീസ്, കോറം, അജണ്ട. അതെന്തിനു വേണം? ഒരു മീറ്റിംഗ് നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് വേണ്ട 3 കാര്യങ്ങളാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഇമ്പോർട്ടൻ്റ് ഐറ്റം റിക്വയർഡ് ഫോർ എ മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്തൊക്കെ വേണം? നോട്ടീസ് കൊടുത്തിട്ടുണ്ടാകണം, പ്രോപ്പറായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടാകണം. പിന്നെന്ത് വേണം? അതിനൊരു അജണ്ട ഉണ്ടായിരിക്കണം, പ്രോപ്പറായിട്ട് കോറം കഴിഞ്ഞിരിക്കണം. അപ്പോൾ അജണ്ട പറഞ്ഞാൽ എന്താണ്? ഐറ്റംസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ദ മീറ്റിംഗ്. മീറ്റിംഗിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ പറയണത് അജണ്ട എന്ന് പറയുന്നത്. കോറം പറഞ്ഞാലോ? മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ഫോർ ദ മീറ്റിംഗ്. ഒരു മീറ്റിംഗിന് ആവശ്യമായ ഏറ്റവും ചുരുങ്ങിയ ആളുകളുടെ എണ്ണത്തിന് പറയുന്ന പേരാണത് കോറം. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡിയുടെ കോറം പറഞ്ഞാൽ 20 മെമ്പേഴ്സ് ഓർ 1/4. അവിടെയാണ് പ്രത്യേകത. നമ്മുടെ സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയുടെ കോറം എത്രയാണ്? 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ വിച്ച് എവർ ഈസ് ലെസ് ആണ്. ഇപ്പോൾ ഒരു പ്രൈമറി സൊസൈറ്റിയുടെ ജനറൽ ബോഡിയുടെ കോറം ചോദിച്ചാൽ 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ വിച്ച് എവർ ഈസ് ലെസ് എന്നാണ് എഴുതുന്നത്. സാധാരണയായിട്ട് 1/5 ആണ് തരിക. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനിൽ ചോയ്സിൽ 2 തന്നു, 1/5 തന്നു. 1/5 ഓർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ എന്ന് പറഞ്ഞാൽ ഏതാ എഴുതേണ്ടത്? അതാണ് എഴുതേണ്ടത്. കാരണം പല സംഘങ്ങളുടെയും ജനറൽ ബോഡിയുടെ കോറം പറഞ്ഞു കഴിഞ്ഞാൽ 200, 100, 50 വരെ കോറമുള്ള സംഘങ്ങളുണ്ട്. ഒരു സൊസൈറ്റിയുടെ ബൈലോ എടുത്ത് വായി നോക്കിയപ്പോൾ അതിൽ ജനറൽ ബോഡിയുടെ കോറം എത്രയാണ്? 50 പേര് തികഞ്ഞാൽ കോറം തികയുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എത്ര മതി? 50 മതി. ആ സൊസൈറ്റിയിൽ 10,000-ഓളം മെമ്പർ ഉണ്ട്. പക്ഷേ ജനറൽ ബോഡിയുടെ കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പേർ തികഞ്ഞാൽ കോറം തികയുന്നതാണ് അതിൻ്റെ ബൈലോയിൽ കാണുന്നത്. പക്ഷെ അപ്പോൾ 50 മതി. നമ്മുടെ ആക്ടിൽ എവിടെയും കൃത്യമായിട്ട് പറയില്ല 1/5 ആണ് ജനറൽ ബോഡിയുടെ കോറം. നമ്മുടെ ആസ് ജനറൽ റൂൾ 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണെന്ന് പ്രൈമറി സൊസൈറ്റിയുടെ ജനറൽ ബോഡിയുടെ കോറം. നമ്മളിപ്പോൾ പഠിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യമാണ് പഠിക്കുന്നത്. അവിടെ ജനറൽ ബോഡിക്ക് 5 വർഷം കാലാവധി ഉണ്ട്. ജനറൽ ബോഡിയുടെ കോറം എന്ന് പറഞ്ഞാൽ 20 members or 1/4 of the total number of members of the state cooperative union whichever is less ആണ്. അപ്പോൾ ഇവിടെ 1/4 വരുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈമറി സൊസൈറ്റി, അപ്പെക്സ് സഡൻ സൊസൈറ്റി ആണെങ്കിൽ 1/5 ആണ് വരിക. ഓക്കെ. ഇനി വേറെ വ്യത്യാസം എന്താണ് പഠിച്ചത്? പ്രൈമറി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടത് പ്രൈമറി സൊസൈറ്റിയുടെ ജനറൽ ബോഡി വിത്തിൻ 6 months ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ വിളിച്ചു കൂട്ടിയാൽ മതി. അതായത് സെപ്റ്റംബർ 30 വിളിച്ചു കൂട്ടിയാൽ മതി. പക്ഷേ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എത്ര പറഞ്ഞിരിക്കുന്നത്? വിത്തിൻ 3 months ഫ്രം ദ ക്ലോസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ വ്യത്യാസങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇനി മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ കോൾ എസ് ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ 1 month ആഫ്റ്റർ റിസീറ്റ് ഓഫ് റിക്വസിഷൻ ഫ്രം ഡാഷ് ഓഫ് ദ നമ്പർ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ ഓർ ഫ്രം ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. അവിടെ സംശയമില്ല, ജനറൽ ബോഡി വിളിച്ചു കൂട്ടണമെങ്കിൽ 1/5 ആൾക്കാർ ആവശ്യപ്പെടണം. അതായത് മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ കോൾ എ ജനറൽ ബോഡി മീറ്റിംഗ്. മാനേജിംഗ് കമ്മിറ്റി തന്നെയാണ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടുക സാധാരണഗതിയിൽ. ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ 1 month ആഫ്റ്റർ റിസീറ്റ് ഓഫ് റിക്വസിഷൻ ഫ്രം 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. പക്ഷേ ജനറൽ ബോഡിയുടെ കോറം എത്രയേ വേണ്ടു? 1/4 വേണ്ടു. അതിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യത്തിൽ 1/5 ഓഫ് ദ റിക്വസിഷൻ ഫ്രം 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ ഓർ ഫ്രം ദ രജിസ്ട്രാർ. രജിസ്ട്രാർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വിളിച്ചു കൂടണം. അത്ര 1 മാസത്തിനുള്ളിൽ ആര് വിളിച്ചു കൂടണം? മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു കൂടണം. എന്ത് വിളിച്ചു കൂടണം? ജനറൽ ബോഡി വിളിച്ചു കൂടണം. ഓക്കെ. അപ്പോൾ 1/5 ഭാഗം ആൾക്കാർ ആവശ്യപ്പെട്ടാൽ നമ്മുടെ പ്രൈമറി സൊസൈറ്റിയുടെയും സെൻട്രൽ സൊസൈറ്റിയുടെയും അപ്പെക്സ് സൊസൈറ്റിയുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ടോട്ടൽ നമ്പറിൻ്റെ 1/5 ഒന്ന് ആവശ്യപ്പെടുകയാണെന്ന് ഇവിടെ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂടണം എന്ന് പറഞ്ഞാൽ 1 monthനുള്ളിൽ ആര് വിളിച്ചു കൂടണം? മാനേജിംഗ് കമ്മിറ്റി അവിടെ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിരിക്കണം. അല്ലെങ്കിൽ ആരാവശ്യപ്പെട്ടാൽ രജിസ്ട്രാർ ആവശ്യപ്പെട്ടാലും 1/5 പേഴ്സൺ ആവശ്യപ്പെട്ടാലും എന്ത് ചെയ്യണം? ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിരിക്കണം. ഓക്കെ. ഇപ്പോൾ ഇവിടെ 1/5 തന്നെയാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനറൽ ബോഡി കോറം എത്രയാണ് പറഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് 1/4 ആണ്. ഓർ 20 whichever is less ആണ്. ഇനി any dispute relating to any matter in the constitution of general body and managing committee of the state cooperative union shall be referred to dash
and the decision thereon shall be final. ഗവൺമെന്റ് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡിയോ മാനേജിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് തർക്കം വന്നാലും അത് പരിഹരിക്കാനുള്ള ആൾക്കാരാണ്? ഗവൺമെന്റ് ആണ്. അതിന്റെ തീരുമാനം എന്താണ്? ഫൈനലാണ്. ഇനി CCUവിന്റെ കാര്യം വരികയാണെങ്കിൽ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് വരികയാണ്. സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ആരാണ് തീരുമാനിക്കുക? രജിസ്ട്രാർ ആണ് തീരുമാനിക്കുക. ആരാണ്? രജിസ്ട്രാർ ആണ് തീരുമാനിക്കുക. ഇനി ഒരു പ്രൈമറി സൊസൈറ്റിയുടെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് നമ്മൾ അവിടെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്, ആർബിട്രേഷൻ കോർട്ടിൽ ഫയൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡിയോ മാനേജിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയം, അതാണ് എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു എനി മാറ്റർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി റെഫേർഡ് ടു. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയും ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും എവിടേക്കാണ് റെഫർ ചെയ്യുക? ഗവൺമെന്റിലേക്കാണ്. ഡിസിഷൻ എന്താണ്? ഫൈനലുമാണ്. ഇനി CCUവിന്റെ കാര്യം പറയുമ്പോൾ, സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെ കാര്യം പറയുമ്പോൾ ഡിസ്പ്യൂട്ട് എവിടേക്കാണ് റെഫർ ചെയ്യുക? രജിസ്ട്രാറുടെ അടുത്തേക്കാണ് റെഫർ ചെയ്യേണ്ടത്. ഇനി ഒരു പ്രൈമറി സൊസൈറ്റിയുടെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എവിടെയാണ് റെഫർ ചെയ്യേണ്ടത്? നേരെ ആർബിട്രേഷൻ കോർട്ടിലേക്കാണ് റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ദിവസം നോക്കൂ. ആൾ ആപ്ലിക്കേഷൻ ആൻഡ് പെറ്റീഷൻ ടു റിവൈസ് എനി ഓർഡർ റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജനറൽ ബോഡി ആൻഡ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ഫൈൽഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ. അത് പറയുന്നത് എന്താ അർത്ഥം? ആൾ ആപ്ലിക്കേഷൻ ആൻഡ് പെറ്റീഷൻ ടു റിവൈസ് എനി ഓർഡർ റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജനറൽ ബോഡി ആൻഡ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡിയും മാനേജിംഗ് കമ്മിറ്റിയുടെയും രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏതൊരു പെറ്റീഷനും എത്ര ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം? 30 daysനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. അവിടെ 1 month അല്ല, 30 days ആണ്. അതാണ് an application and petition to revise any order related to the constitution of general body and managing committee of the state cooperative union shall be filed within 30 days from the date of the order. ഇനി managing committee of state cooperative union shall consist of 23 members ആണ്. അപ്പോൾ അവിടെ കോറോ തന്നെയാണ് 12 ആണ്. ജസ്റ്റ് അബവ് 50 എന്ന് പറയുമ്പോൾ ഇതിന്റെ കോറോ തന്നെ വരും 12 members തന്നെ വരും. പക്ഷേ CCUവിന്റെ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഇപ്പം നിലവിൽ 13 members ആണുള്ളത്, പക്ഷെ കോറോ 8 members ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ 23 ആണ്. ജസ്റ്റ് അബവ് 50 എന്ന് പറയുമ്പോൾ 12 വരും. പക്ഷെ അവിടെ ജസ്റ്റ് അബവ് 50 പറഞ്ഞാൽ 7 വരും. 7 അല്ല കോറം, എത്രയാണ്? 8 ആണ് കോറം. അടുത്ത നോക്കൂ. ഹൗ മെനി മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ? 2 തന്നെയാണ്. എല്ലാ അപെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലും ഗവൺമെന്റ് നോമിനി എത്ര തന്നെയാണ്? 2 members ആണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 2 members ഉണ്ടാവും. കോറം ഫോർ ദ മാനേജിംഗ് കമ്മിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്? 12 ആണ് പറഞ്ഞത്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 23 ആണ്. മാനേജിംഗ് കമ്മിറ്റിയിൽ 23 members ആണുള്ളത്. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് പറയുമ്പോൾ എത്രയാണ്? 12 ആണ്. പക്ഷേ CCUവിന്റെ 8 ആണ്. അത് നിങ്ങൾ പ്രത്യേകം നോക്കണം. ഓക്കെ, ഇനി ഡാഷ് ഓഫ് ദ SCU ഈസ് ദ എക്സ് ഒഫീഷ്യൽ മെമ്പർ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ SCUയുടെ സെക്രട്ടറി ഏത് റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ്? അഡീഷണൽ രജിസ്ട്രാർ റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ്. അയാൾ എന്താണ്? എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റിയാണ്. എക്സ് ഒഫീഷ്യോ പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ഥാനം മൂലം ലഭിക്കുന്നത്. അവിടെ ആൾക്കല്ല പ്രസക്തി. ഇപ്പോൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ തന്നെ ആയിരിക്കും. അത് ആർക്കെങ്കിലും സ്ഥാനം മൂലം കിട്ടുന്നതല്ല. പക്ഷേ സെക്രട്ടറി, ഇപ്പോൾ ഒരു സെക്രട്ടറി റിട്ടയർഡായി, ഒരു അഡീഷണൽ രജിസ്ട്രാർ റിട്ടയർഡായി, 56 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർഡ് ആവും. 56 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡായി. അപ്പോൾ വേറെ ഒരു അഡീഷണൽ രജിസ്ട്രാർ സെക്രട്ടറിയായിട്ട് ചുമതല ഏറ്റെടുത്തു. അയാൾ സ്വാഭാവികമായിട്ട് ആരായി മാറും? എക്സ് ഒഫീഷ്യൽ മെമ്പറായി മാറും. ഇനി നേരെ മറിച്ച് ഒരു മാനേജിംഗ് കമ്മിറ്റി മെമ്പർ രാജിവെച്ചു, വേറൊരാൾക്ക് ആകാൻ കഴിയില്ല. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടത്താം. അതാണ് രണ്ടും നമ്മുടെ പ്രത്യേകത. എക്സ് ഒഫീഷ്യൽ പറഞ്ഞാൽ ബൈ പോസ്റ്റ് ആരാണോ സെക്രട്ടറി ആയിരിക്കുന്നത് അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറും? മാനേജിംഗ് കമ്മിറ്റി മെമ്പറായി മാറും. അപ്പോൾ സെക്രട്ടറി എപ്പോഴും ആരാണ്? എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. ഇനി CCUവിന്റെ സെക്രട്ടറി ആരാണ്? ഹൂ ഇസ് ദ സെക്രട്ടറി ഓഫ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ? അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ആണ്. CCUവിന്റെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരുന്നത് CCUവിന്റെ ഓഫീസ് ഏത് ഓഫീസുമായി റിലേറ്റഡ് ആണ്? അടുത്തായിരിക്കും. ഏത് ഓഫീസിന്റെ അടുത്തായിരിക്കും? ആരുടെ ആയിരിക്കും? അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിനോട് ചേർന്നിട്ടായിരിക്കും CCUവിന്റെ ഓഫീസ്. കാരണം എന്താണ്? CCUവിന്റെ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ SCUവിന്റെ സെക്രട്ടറി ആരാണ്? അഡീഷണൽ രജിസ്ട്രാർ ആണ്. SCUവിന്റെ സെക്രട്ടറി ആരാണ്? അഡീഷണൽ രജിസ്ട്രാർ ആണ്. അഡീഷണൽ രജിസ്ട്രാർ പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാറുടെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? അഡീഷണൽ രജിസ്ട്രാർ. നമ്മുടെ ഹയറാർക്കി എങ്ങനെയാണ്? പോസ്റ്റിന്റെ ഹയറാർക്കി എങ്ങനെയാണ്? ഫസ്റ്റ് രജിസ്ട്രാർ RCS, പിന്നെ അഡീഷണൽ രജിസ്ട്രാർ, അത് കഴിഞ്ഞാലോ പിന്നെ ജോയിന്റ് രജിസ്ട്രാർ ആണ്, പിന്നെ ഡെപ്യൂട്ടി രജിസ്ട്രാർ,
പിന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ, പിന്നെ സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർ, പിന്നെ സീനിയർ ഇൻസ്പെക്ടർ, ജൂനിയർ ഇൻസ്പെക്ടർ. ഇങ്ങനെയാണ് നമ്മുടെ ഔദ്യോഗിക തലം വരുന്നത്. ഫസ്റ്റ് RCS, പിന്നെ അഡീഷണൽ രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർ, സീനിയർ ഇൻസ്പെക്ടർ, ജൂനിയർ ഇൻസ്പെക്ടർ. ഇതില് രജിസ്ട്രാറുടെ ഏകദേശം എല്ലാവിധ പവറുകളും കൈകാര്യം ചെയ്യുന്ന ആളാരാണ്? ഈ അഡീഷണൽ രജിസ്ട്രാർ അല്ല. ആരാണ്? ജോയിന്റ് രജിസ്ട്രാർ ആണ്. സംഘം രജിസ്റ്റർ ചെയ്യാം. ആർക്ക്? ജോയിന്റ് രജിസ്ട്രാർക്ക്. ആർക്ക് ചെയ്യാം? RCSന് ചെയ്യാം. അഡീഷണൽ രജിസ്ട്രാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ RCSന്റെ ഒട്ടുമിക്കവാറുള്ള എല്ലാ പവറുകളും കൈകാര്യം ചെയ്യുന്ന ആരാണ്? ജോയിന്റ് രജിസ്ട്രാർക്കാണ് അതിൻ്റെ പവർ. സൂപ്പർ സെഷൻ ജോയിന്റ് രജിസ്ട്രാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔദ്യോഗിക തലവനാണ് വരുന്നത് RCS, അഡീഷണൽ രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർ, സീനിയർ ഇൻസ്പെക്ടർ, ജൂനിയർ ഇൻസ്പെക്ടർ. ഓക്കെ, അപ്പോൾ ഈ ജൂനിയർ ഇൻസ്പെക്ടർ ആയിട്ട് കയറുന്ന ആൾക്ക് അഡീഷണൽ രജിസ്ട്രാർ വരെ ആകാനുള്ള സാധ്യതയുണ്ട്. ധാരാളം ആൾക്കാരായിട്ട് ജൂനിയർ ഇൻസ്പെക്ടർ ആയിട്ട് കയറിയിട്ട് അഡീഷണൽ രജിസ്ട്രാർമാരായിട്ട് റിട്ടയർഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡാഷ് ആയി പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് SCU. ചെയർമാൻ ആണ്. SCUവിന് ആരാളുള്ളത്? പ്രസിഡന്റ് അല്ല ഉള്ളത്. നിലവിൽ ആരാണ്? ചെയർമാൻ ആണുള്ളത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ചെയർമാൻ ആണുള്ളത്. അപ്പോൾ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത് ആരെയായിരിക്കും? ചെയർമാൻ ആയിരിക്കും. ഇനി ഫോർ കണ്ടക്ടിങ് ദ മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഡാഷ് ഡേയ്സ് നോട്ടീസ് ഈസ് ഗിവൺ ടു മെമ്പേഴ്സ്. 7 ക്ലിയർ ഡേയ്സ് ആണ്. ഓക്കെ, എത്ര ദിവസം നോട്ടീസ് ആണ്? 7 days നോട്ടീസ് ആണ്. ഇനി ജനറൽ ബോർഡ് നോട്ടീസ് ചോദിച്ചാൽ 15 ആണ് കേട്ടോ. ജനറൽ ബോർഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്നതിന് എത്ര ദിവസം നോട്ടീസ് കൊടുക്കുന്നത് ചോദിച്ചാൽ അതാണ് ക്ലിയർ 15 days നോട്ടീസാണ് കൊടുക്കേണ്ടത്. മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ 7 ക്ലിയർ ഡേയ്സ് നോട്ടീസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ ജനറൽ ബോഡിക്ക് എത്ര തന്നെയാണ്? ക്ലിയർ 15 days നോട്ടീസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാനും ക്ലിയർ 15 days നോട്ടീസാണ് കൊടുത്തിരിക്കേണ്ടത്. ഓക്കെ, അടുത്തത് if the members of the SCU absent himself from 3 consecutive meetings of the managing committee without a permission shall cease to be a member. അതായത് മെമ്പർഷിപ്പിന് അയോഗ്യത വരും. എത്ര മീറ്റിംഗിൽ? 3 തുടർച്ചയായ മീറ്റിംഗിൽ പെർമിഷൻ ഇല്ലാതെ ആബ്സെന്റ് ആയാൽ ഒരു മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്താവും? സീസ് ടു ബി എ മെമ്പർ, മെമ്പർ അല്ലാതായി മാറും. അതായത് അയാൾക്ക് ബാൻ വരുന്ന അർത്ഥം. ഇഫ് ദ മെമ്പർ ഓഫ് ദ SCU ആബ്സെന്റ് ഹിംസെൽഫ് ഫ്രം 3 consecutive meeting of the managing committee without a permission shall cease to be a member. അടുത്തത് ദ സർവീസ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ഗ്രേഷ്യസ്. പൈസ വാങ്ങിയിട്ടൊന്നുമല്ല, സേവനമാണ്. എന്തേ കിട്ടൂ? സിറ്റിംഗ് ഫീസേ കിട്ടും. അവിടെ ശമ്പളമൊന്നും കിട്ടില്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മെമ്പർക്ക് എന്തില്ല? സാലറി ഇല്ല, ഓണററി ഇല്ല. പ്രസിഡന്റ് മാത്രം അല്ലെങ്കിൽ ചെയർമാൻ മാത്രം എന്തുള്ളൂ? ഓണററി ഉള്ളൂ. അയാളുടെ സർവീസ് എന്താണ്? ഗ്രേഷ്യസ് ആണ്. അയാൾക്ക് എന്ത് കിട്ടാനുള്ള അർഹതയുള്ളൂ? സിറ്റിംഗ് ഫീസ് കിട്ടും. ട്രാവലിംഗ് അലവൻസും സിറ്റിംഗ് ഫീസും കിട്ടും. ട്രാവലിംഗ് അലവൻസ് ആൻഡ് സിറ്റിംഗ് ഫീസ് ഓഫ് ദ മെമ്പർ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് SCU ഈസ് ഫിക്സഡ് ബൈ രജിസ്ട്രാർ ആണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ സർവീസ് ബാങ്കിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എന്താണ്? സർവീസ് ഗ്രേഷ്യസ് ആണ്. അവർക്ക് ശമ്പളമൊന്നുമില്ല. എന്ത് കിട്ടും? സിറ്റിംഗ് ഫീസ് കിട്ടും, ട്രാവലിംഗ് അലവൻസ്. സംഘത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ട്രാവലിംഗ് അലവൻസ് കിട്ടാനുള്ള അർഹതയുണ്ട്. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനും. നിശ്ചയിക്കുന്നവരാണ് ട്രാവലിംഗ് അലവൻസ് ആൻഡ് സിറ്റിംഗ് ഫീ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് SCU ഈസ് ഫിക്സഡ് ബൈ രജിസ്ട്രാർ. അടുത്തത് ഓണറേറിയം. ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രസിഡന്റിന് മാത്രം ഉള്ളതാണ് ഓണറേറിയം. ഓണറേറിയം ഓഫ് ദ ചെയർമാൻ. SCUവിന്റെ കാര്യമാകുമ്പോൾ പ്രസിഡന്റ് അല്ല, ചെയർമാൻ. ഈ ചെയർമാനും പ്രസിഡന്റും സെയിം പോസ്റ്റാണ്. ചില സ്ഥലത്ത് ചെയർമാൻ ആയിരിക്കും, ചില സ്ഥലത്ത് പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ ഓണറേറിയം ഓഫ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ഫിക്സഡ് ബൈ ഗവൺമെന്റ് ആണ്. അവിടെയാണ് നിങ്ങൾ പ്രധാനമായും നോക്കേണ്ടത്. ട്രാവലിംഗ് അലവൻസും സിറ്റിംഗ് ഫീസും ഫിക്സ് ചെയ്തത് രജിസ്ട്രാർ ആണ്. ഓണറേറിയം ഫിക്സ് ചെയ്യുന്നത് SCUവിന്റെ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ചെയർമാന്റെ. SCUവിന് ആരെയുള്ളൂ? ചെയർമാനേ ഉള്ളൂ. ചെയർമാന്റെ ഓണറേറിയം ഫിക്സ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇനി ദ ഡാഷ് ഷാൽ ഹാവ് ദ ജനറൽ കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ SCU. ചെയർമാനാണ്, ഒരു ജനറൽ കൺട്രോൾ ഉണ്ട്. ഇനി സെക്ഷൻസ് 90 മെൻഷൻഡ് അബൌട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് എല്ലാ സംഘങ്ങളും അഫിലിയേറ്റ് ചെയ്യണം എന്ന് പറയുന്ന സെക്ഷൻ അതാണ്. സെക്ഷൻ 90-ലാണ് മെൻഷൻ ചെയ്യുന്നത്. ഇനി അഫിലിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ SCU മെൻഷൻഡ് ഇൻ ദ റൂള് സെക്ഷൻ 90-ലാണ്. റൂൾ 148-ലാണ് പറയുന്നത്. അഫിലിയേഷൻ ഫീ ഷാൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ ബേസിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള അഫിലിയേഷൻ ഫീസ് കണക്കാക്കുക. മാക്സിമം അഫിലിയേഷൻ ഫീസ് എത്ര രൂപയാണ്? 2000 രൂപയാണ്. മിനിമം 100 രൂപയാണ് മിനിമം. അതിനൊരു സ്ലാബ് ഉണ്ട്, അത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും ചോദ്യം വരാം. അപ്പോൾ അഫിലിയേഷൻ ഫീ ഷാൽ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ചോദിച്ചാൽ അതിന്റെ ബേസിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ ബേസിലാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ ബേസിൽ തന്നെയാണ് ഇത് സൊസൈറ്റിയുടെ ലയബിലിറ്റി കണക്കാക്കുന്നത്. ഒന്നിന്റെ ബേസിലാണ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ബേസിലാണ്. ഇനി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എവിടെയാണ്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് ഓതറൈസ്ഡ് ക്യാപിറ്റലും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും കഴിഞ്ഞിട്ടാണ് എന്ത് കാണാം? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഈ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ബേസിലാണ് എന്ത് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ
ടോട്ടൽ ലയബിലിറ്റി കണക്കാക്കുമ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ് എടുക്കുക. ഓക്കെ, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുക. അപ്പോൾ അഫിലിയേഷൻ ഫീസ് കണക്കാക്കുന്നതിന്റെ ബേസിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ബേസിലാണ്. ഇനി വേറൊരു ക്വസ്റ്റൻ നോക്കൂ. The affiliation fee and annual renewal fee payable by weaker societies such as Coir, Fishery, Khadi, Industrial, Vanida and SC/ST shall be calculated on the basis of paid up share capital excluding government share. അത് പറഞ്ഞത് അർത്ഥം ഗവൺമെന്റ് ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഏതിന്? സംഘങ്ങൾക്ക്. അതാണ് ഇത് അഫിലിയേഷൻ ഫീ കണക്കാക്കുമ്പോൾ. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ ബേസിലാണ് നമ്മൾ അഫിലിയേഷൻ ഫീ കണക്കാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അഫിലിയേഷൻ ഫീ കണക്കാക്കുമ്പോൾ കൊയ്ർ, ഫിഷറി, ഖാദി, ഇൻഡസ്ട്രിയൽ, വനിത ആൻഡ് SC/ST ഇതൊക്കെ വീക്കർ സൊസൈറ്റീസ് ആണ്. ഇതെല്ലാം എന്താണ്? കുറച്ച് വീക്കായി നിൽക്കുന്ന സൊസൈറ്റിയാണ്. അവരുടെ അഫിലിയേഷൻ ഫീസ് കണക്കാക്കുമ്പോൾ എന്ത് കണക്കാക്കാറില്ല? ഗവൺമെന്റ് കൊടുത്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കണക്കാക്കാറില്ല. നമ്മൾ പറഞ്ഞ അഫിലിയേഷൻ ഫീസ് കണക്കാക്കുന്നതിന്റെ ബേസിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ബേസിലാണ്. അപ്പോൾ അഫിലിയേഷൻ ഫീ ആൻഡ് ആനുവൽ റിന്യൂവൽ ഫീ പേയബിൾ ടു വീക്കർ സൊസൈറ്റീസ് സച്ച് ആസ് കൊയ്ർ, ഫിഷറി, ഖാദി, ഇൻഡസ്ട്രിയൽ, വനിത ആൻഡ് SC/ST shall be calculated on the basis of paid up share capital excluding government share. ഇതാണ് അഫിലിയേഷൻ ഫീസിന്റെ പട്ടിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. മാക്സിമം 2000 രൂപയാണ്, മിനിമം 100 രൂപയാണെന്ന് പറഞ്ഞു. 40 ലക്ഷം രൂപയിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിലാണ് എത്ര രൂപ അടയ്ക്കുന്നത്? 2000 രൂപ അടയ്ക്കുന്നത്. 40 ലക്ഷം രൂപയിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, ഒരു സംഘത്തിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 40 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ അഫിലിയേഷൻ ഫീസ് എത്ര രൂപയാണ്? 2000. 20 ലക്ഷത്തിന് 40 ലക്ഷത്തിനും അടയ്ക്കുകയാണെങ്കിൽ 1800. ഇനി 20 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ നേരെ 3നും 20 ലക്ഷത്തിന് 3 ലക്ഷത്തിന് 20 ലക്ഷത്തിന് അടയ്ക്കുകയാണെങ്കിൽ 1600. 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും അടയ്ക്കുകയാണെങ്കിൽ 1000. 50,000-നും 1 ലക്ഷത്തിനും അടയ്ക്കുകയാണെങ്കിൽ 600. 25,000-നും 50,000-നും അടയ്ക്കുകയാണെങ്കിൽ 400. 10,000-നും 25,000-നും അടയ്ക്കുകയാണെങ്കിൽ 300. 5,000-നും 10,000-നും അടയ്ക്കുകയാണെങ്കിൽ 200. 5,000 രൂപയിൽ താഴെയാണെങ്കിൽ 100 രൂപ. അപ്പോൾ മാക്സിമം 200, 2000, മിനിമം 100 രൂപ. ഈ സ്ലാബ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പലപ്പോഴും പരീക്ഷിച്ച് ചോദിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും അടയ്ക്കുകയാണെങ്കിൽ അഫിലിയേഷൻ ഫീസ് എത്ര രൂപയായിരിക്കും? 1000. അല്ലെങ്കിൽ 3 ലക്ഷത്തിനും 20 ലക്ഷത്തിനും അടയ്ക്കുകയാണെങ്കിൽ അഫിലിയേഷൻ ഫീസ് എത്ര? 1600. 40 ലക്ഷത്തിന് മേലേക്കാണെങ്കിൽ എത്ര? 2000. ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സ്ലാബ് ഒന്ന് നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് പോകണം പരീക്ഷിക്കുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ മാക്സിമം അഫിലിയേഷൻ ഫീസ്? 2000 രൂപയാണ്, മിനിമം 100 രൂപ. അത് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്താണ്. ഇനി എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ് ഷാൽ ഗെറ്റ് ഇറ്റ്സെൽഫ് അഫിലിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. എത്ര മാസത്തിനുള്ളിൽ? 6 മാസത്തിനുള്ളിൽ അഫിലിയേഷൻ നേടിയിരിക്കണം. ഇറ്റ്സെൽഫ് അഫിലിയേറ്റഡ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. ഓക്കെ, അടുത്തത് ദ അഫിലിയേഷൻ ഫീ ഷാൽ ബി ഇൻ ഫോഴ്സ് ഫോർ എ പീരീഡ് ഓഫ് 1 year ആണ്. ഓരോ വർഷവും അഫിലിയേഷൻ പുതുക്കണം. അപ്പോൾ എത്ര വർഷത്തേക്കാണ് അഫിലിയേഷൻ പുതുക്കുന്നത് ചോദിച്ചാൽ 1 വർഷത്തേക്കാണ്. 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് അഫിലിയേഷൻ ആൻഡ് ഷാൽ ബി റിന്യൂഡ് ഓൺ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരീഡ്. 1 വർഷത്തേക്കാണ് അഫിലിയേഷൻ എടുക്കുന്നത്. ഓരോ വർഷവും എന്ത് ചെയ്യണം? അഫിലിയേഷൻ പുതുക്കിയിരിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് അടയ്ക്കുക? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ്. മാക്സിമം 2000, മിനിമം 100 രൂപ. ഇനി അഫിലിയേഷൻ ഫീ ഷാൽ ബി റിന്യൂഡ് വൺസ് ഇൻ എ ഇയർ. വർഷത്തിൽ ഒരിക്കലും എന്ത് ചെയ്യണം? പുതുക്കിയിരിക്കണം. ഇനി കുറച്ച് അക്കൗണ്ടൻസിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത്? ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനും. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലാത്ത ഒറ്റ കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.